ദൈവത്തിന് മഹത്വം. For our meditation, shall we turn to the book of Hebrews, chapter 9, verses 27 and 28. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമ്മുടെ ധ്യാനത്തിനായിട്ട് വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. And as it is appointed unto men once to die, but after this the judgment, so Christ was once offered to bear the sins of many, and unto them that look for him shall he appear the second time without sin unto salvation. Glory be to God. ദൈവത്തിന് മഹത്വം. So many beautiful things are mentioned in these two verses. ഈ രണ്ട് വാക്യങ്ങളിൽ അത്രയോ മനോഹരമായ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. But at the same time it appears, as we read in verse 28, നാം 28-ാം വാക്യത്തിൽ നാം കാണുമ്പോൾ Christ will appear the second time without sin, it is mentioned. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. It appears as the first time when he appeared, he appeared in sin or with sin. അപ്പോൾ അതിൽ നമുക്ക് തോന്നുന്നത് ആദ്യം അവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ പാപത്തോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. The exact translation of this verse is, he would appear unto those who are ardently waiting for him and who are waiting for him without sin. ആകയാൽ ആ വാക്യത്തിൻ്റെ കൃത്യമായ പരിഭാഷ എന്നത് പാപം കൂടാതെ തനിക്ക് വേണ്ടി ആവലോടെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. So there is a life where you can live without sin. ആകയാൽ പാപം കൂടാതെ ജീവിക്കാവുന്ന ഒരു ജീവിതമുണ്ട്. Man is born in sin. മനുഷ്യൻ പാപത്തിൽ ജനിച്ചു. The psalmist says, in iniquity did my mother conceive me. സങ്കീർത്തനക്കാരൻ പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. Whether you are born in a Christian family, whether you are born in a Hindu family, whether you are born in a Buddhist family, whether you are born in any other religion, or even in a Pentecostal family. നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിലോ ഹിന്ദു മത കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു ബുദ്ധ കുടുംബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിലോ എന്തിന് നിങ്ങളൊരു പെന്തക്കോസ്ത് കുടുംബത്തിലോ ജനിച്ച വ്യക്തിയായിരിക്കാം. Man is a sinner because the word of God says, all have sinned and come short of the glory of God. മനുഷ്യൻ പാപിയാണ്. എന്തുകൊണ്ടെന്നാൽ തിരുവെഴുത്ത് പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. So then he should be delivered from his sin. ആകയാൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. We were listening to the word of God these days. നാം ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം തിരുവെഴുത്തുകൾ കേട്ടുകൊണ്ടിരുന്നു. When he accepts Christ Jesus as his personal savior, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, when he confesses all his sins, പാപങ്ങളെല്ലാം ഏറ്റുപറയുമ്പോൾ, when he obeys the Lord in the truth of water baptism, ജലസ്നാന സത്യത്തിൽ കർത്താവിനെ അനുസരിക്കുമ്പോൾ, when he receives the baptism of the Holy Spirit, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ, so then he becomes a child of God. ആ വ്യക്തി ഒരു ദൈവവൈതലായി തീരുന്നു. So then he comes to a state where he is without sin. അപ്പോൾ താൻ പാപമില്ലാത്തൊരു അനുഭവത്തിലെത്തുന്നു. That state must be preserved till the coming of the Lord. കർത്താവിന്റെ വരവരെ ആ അനുഭവം സൂക്ഷിക്കപ്പെടണം. There is a group which says one saved is ever saved. There is a group which says one saved is ever saved. ഒരു കൂട്ടം ആളുകളുണ്ട്, അവരിങ്ങനെയാണ് പറയുന്നത്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ നഷ്ടപ്പെടുകയില്ല, അത് ശാശ്വതമാണ്. They say salvation is an eternal salvation. അവർ പറയുന്നത് രക്ഷ എന്നത് നിത്യമാണ്. Even if you commit sin later, still you will not lose your salvation, they say. പിൽക്കാലത്ത് നിങ്ങൾ പാപം ചെയ്താലും നിങ്ങൾക്ക് ലഭിച്ച രക്ഷ നിങ്ങൾക്ക് നഷ്ടമാകയില്ല. No man who is delivered from sin must keep himself from sin. എന്നാൽ പക്ഷേ പാപത്തിൽ നിന്ന് ഒരിക്കൽ വിടുവിക്കപ്പെട്ടതായ വ്യക്തി താൻ പിന്നീട് പാപത്തെ വിട്ടകന്ന് തന്റെ ജീവിതത്തെ സൂക്ഷിക്കണം. That's the reason why St. Paul says, work out your salvation with fear and trembling. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്, അത് ഏറ്റവും അധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. Christian life is something like walking on a tightrope in the circus. ക്രിസ്തീയ ജീവിതം എന്നത് സർക്കസിൽ വലിച്ചു കിട്ടിയതായ ഒരു കയറിൽ കൂടെ നടക്കുന്നത് പോലെയാണ്. So from the beginning till the end he should be careful. ആകയാൽ ആരംഭം മുതൽ അവസാനം വരെ അവൻ വളരെ ജാഗരൂകനാകണം. After going halfway through, പാതി വഴി ചെന്നിട്ട്, so then if he is careless, he'll fall head over heels. ശ്രദ്ധ തെറ്റിയാൽ അവൻ തലകുത്തനെ താഴെ വീഴും. Praise be to God. ദൈവത്തിന് മഹത്വം. Say for example, I got my driving license when I was 19-year-old. എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്. By the grace of God, even now I drive. ഇപ്പോഴും ദൈവകൃപയാൽ ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്. I got the Dubai license also. എനിക്ക് ദുബായ് ലൈസൻസും ഉണ്ട്. But at the same time, if I say that I have got license, I have driven in so many roads even outside India, if I am careless, I'll end up in a morgue.
ഞാൻ ഭാരതത്തിന് പുറത്തും എത്രയോ റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്ത് എനിക്ക് ശീലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അശ്രദ്ധയായി വണ്ടി ഓടിച്ചാൽ അത് വലിയ അപകടത്തിൽ കലാശിക്കും. So then, whether you are a new driver, whether you are an old driver, experienced driver, expert driver, but still you should be careful. ഒരു പുതിയ ഡ്രൈവറാകട്ടെ, പഴയ ഡ്രൈവറാകട്ടെ, വളരെ അനുഭവമുള്ള വിദഗ്ധനായ ഡ്രൈവറാകട്ടെ, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ വളരെ ജാഗ്രത വേണം. So therefore, we should live a life which is we should carefully live and see that we are living in the presence of God. ആകയാൽ ദൈവം മുൻപാകെ നാം ജീവിക്കുന്ന ഈ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ ജാഗ്രത വേണം. Praise be to God. ദൈവത്തിന് മഹത്വം. Now when this sickness or this pandemic is ravaging the land, ഈ ദേശത്ത് ഈ മഹാവ്യാധി പടർന്നു പിടിക്കുമ്പോൾ everywhere it is destroying people. അവിടെ എവിടെ പലയിടത്തും ഇത് ആളുകളെ കൊന്നുപിടിക്കുന്നു. And at the same time, അതേസമയം you will have to keep certain safety measures. നിങ്ങൾ ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. When you keep those safety measures, so this is what the government has mentioned. ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതായ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ Health department has announced certain safety measures. ആരോഗ്യ വകുപ്പ് ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And it is good for our life. It is good for our physical life. അത് നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രധാനപ്പെട്ടതാണ്. And we should all keep that also. നമ്മൾ എല്ലാവരും അത് പാലിക്കുകയും വേണം. Praise be to God. ദൈവത്തിന് മഹത്വം. So then we should know, others must know that we are law-abiding citizens. അതേ സമയത്ത് നാം നിയമങ്ങളെ പാലിക്കുന്ന വ്യക്തികളാണ്, പൗരന്മാരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും വേണം. Otherwise it will destroy your body. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കും. On the other hand, we must understand there is another virus. അതുമാത്രമേ മറ്റൊരു വൈറസ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. That is, sin also is a plague, you must understand. നിങ്ങൾ മനസ്സിലാക്കണം, പാപവും ഒരു ബാധയാണ്. That can destroy people, that can destroy everybody. അത് ആളുകളെ, ജനത്തെ നശിപ്പിക്കുവാൻ ശക്തിയുള്ളത്. This sin is of pandemic proportion, cutting across every male, female, irrespective of caste, creed, religion, and country. ഈ പാപമെന്തായ മഹാവ്യാധിക്ക് യാതൊരു ഭേദവുമില്ല. അതിന് ജാതിയെന്നോ മതമെന്നോ ദേശമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഇത് അതിരുകളെ, സീമകളെ ലംഘിക്കുന്നതാണ്. There are certain things that we will have to follow. ആകയാൽ നാം പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. We read in the first verse that he will appear unto those who are living without sin. പാപം കൂടാതെ ജീവിക്കുന്നവർക്കായി കർത്താവ് വരുമെന്ന് നാം വായിച്ചല്ലോ. When we turn to the book of 1 Kings chapter 8 verse 38. 1 രാജാക്കന്മാർ 8:38. 1 Kings chapter 8 verse 38. നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്താന്റെ മനപ്പീടെ അറിഞ്ഞ് ഈ ആലയത്തെങ്കിലേക്ക് കൈ മലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും What prayer and supplication soever be made by any man or by all thy people Israel, which shall know every man the plague of his own heart, and spread forth his hands toward. There is something called plague of his heart. തന്റെ ഹൃദയത്തിന്റെ ബാധ എന്നവിടെ കാണുന്നുണ്ട്. There's plague in the body. ശരീരത്തിൽ ഒരു ബാധയുണ്ട്. There's plague in the land. ദേശത്തൊരു ബാധയുണ്ട്. There's plague in the garment. ഗവൺമെന്റിൽ ഒരു ബാധയുണ്ട്. വസ്ത്രത്തിന് ഒരു ബാധയുണ്ട്. There's plague in the house. All these things we read in the book of Leviticus chapter 13 and 14. ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വസ്ത്രത്തെ ബാധിക്കുന്നതും വീടിനെ ബാധിക്കുന്നതുമായ പല ബാധകൾ കാണാം. But here we see there is something called plague in the heart. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹൃദയത്തിന്റെ പീഡ എന്ന് കാണാം. The heart is deceitful above all and is desperately wicked. Who can know it? It is mentioned. ഹൃദയം എല്ലാറ്റിനേക്കാളും വിഷമവും കപടവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ. Outside, nobody will know what is there in that heart. ആ ഹൃദയത്തിനുള്ളിൽ എന്താണെന്ന് പുറമേ നിന്ന് ആർക്കും മനസ്സിലാവില്ല. That heart must be healed. That heart must be free of sin. ആ ഹൃദയം സൗഖ്യമാകണം. അത് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. Sometimes the person, he himself doesn't know what is there in his heart. ഒരുപക്ഷെ ഒരു വ്യക്തി പോലും തന്റെ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. That's the reason why God leads him through so various paths. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവനെ വിവിധ പാതകളിൽ കൂടെ നടത്തുന്നത്. I may not know what is there in my heart. ഒരുപക്ഷെ എനിക്ക് എന്റെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കാം. But God knows everything. ഞാൻ അറിഞ്ഞില്ലെങ്കിലും ദൈവമെല്ലാം അറിയുന്നു. That's why in the book of Deuteronomy chapter 8 it is mentioned. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. That you may know what is in your heart. I have led you through this wilderness. നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിന്നെ മരുഭൂമിയിൽ കൂടെ നടത്തി. Praise be to God. ദൈവത്തിന് മഹത്വം. So we should find out as to what those sins are and we should keep away from them. ആകയാൽ നമ്മുടെ ഹൃദയത്തിലുള്ള പാപങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നാം അതിനെ വിട്ടുമാറണം. I'll mention some of the safety measures announced by the government and it can be beautifully compared
with our spiritual life. നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് സർക്കാർ അറിയിച്ചിട്ടുള്ളതായ ചില മാനദണ്ഡങ്ങൾ ഞാൻ പാലിക്കാം. അതിനെ നമുക്ക് നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാം. Jesus compared earthly things with spiritual things. കർത്താവായ യേശുക്രിസ്തു ഭൗമിക കാര്യങ്ങളെ സ്വർഗീയ കാര്യങ്ങളുമായി താരതമ്യം ചെയ്തു. He mentioned about the parable of the sower. അവൻ വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു. He mentioned about that woman who hid 3 meals of മൂന്നിടങ്ങഴി മാവിനെ കുറിച്ച് ആ സ്ത്രീയെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഉപമയായി പറഞ്ഞു. It is mentioned about the parable of the net. കടലിലിടുന്ന വലയെ കുറിച്ചുള്ള ഉപമ യേശു പറഞ്ഞു. So often he would compare earthly things with spiritual things. ആകയാൽ ഭൂമിയിലുള്ള കാര്യങ്ങളെ സ്വർഗീയമായ കാര്യങ്ങളുമായി യേശു താരതമ്യം ചെയ്യും. Now I'll mention some of these safety measures announced. ആകയാൽ ഇപ്പോൾ ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നതായ ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടെ പറയട്ടെ. First thing is, ഒന്നാമത്, wear masks at all times. എല്ലായ്പ്പോഴും മാസ്ക് ധരിക്കുക. What for? What for? എന്തിന്? It is of purpose is twofold. അത് രണ്ട് ഉദ്ദേശങ്ങൾക്കായി. That you may not be contaminated from outside. നിങ്ങൾ പുറത്തു നിന്നുള്ളതായ മാലിന്യം നിങ്ങളിൽ വരരുത്. But at the same time, you should not infect others in case you are the carriers. ഒരുപക്ഷെ നിങ്ങൾ രോഗവാഹകരാണെങ്കിൽ നിങ്ങൾ നിമിത്തം മറ്റൊരാൾക്ക് ഈ രോഗം ബാധിക്കരുത്. As far as the spiritual life is concerned, നമ്മുടെ ആത്മീക ജീവിതത്തെ സംബന്ധിച്ച് it's not only for our nose and for our mouth. ഇത് നമ്മുടെ മൂക്കിനെയും വായയും സംബന്ധിക്കുന്നത് മാത്രമല്ല, We need mask for our body, that is for the 5 senses of the body. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും നാം മാസ്ക് ധരിക്കണം. Praise be to God. ദൈവത്തിന് മഹത്വം. Keep yourself pure, and then nothing will infect others, and you'll preserve yourself also. നിന്നെ തന്നെ നിർമ്മലനായി സൂക്ഷിക്കുക. നീ നിമിത്തം മറ്റൊരാൾക്ക് ഒരു ദോഷമുണ്ടാവുകയില്ല. നിന്നെ തന്നെയും നിനക്ക് സൂക്ഷിക്കാൻ കഴിയും. Some of us would have seen that photo about Gandhiji's 3 monkeys. നമ്മിൽ ചിലർ ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരുടെ ചിത്രം കണ്ടു കാണും. One monkey closes its eyes, ഒരു കുരങ്ങൻ കണ്ണ് പൊത്തിയിരിക്കും, one closes its ears, ഒരു കുരങ്ങൻ ചെവി പൊത്തിയിരിക്കും, one closes its mouth. ഒരു കുരങ്ങൻ വാ പൊത്തിയിരിക്കും. Praise be to God. ദൈവത്തിന് മഹത്വം. Though these things are just, we take these things lightly, they are instructive. നാം ഇതെല്ലാം വെറുതെ കണ്ടുവിടുന്നു, എന്നാൽ അവയെല്ലാം നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. See no evil, hear no evil, and do not speak anything evil. ദോഷം കാണരുത്, ദോഷം കേൾക്കരുത്, ദോഷമൊന്നും സംസാരിക്കരുത്. There should be a mask for your spiritual life. ആകയാൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിനും ഒരു മാസ്ക് വേണം. If you don't have that, then you will destroy yourself, you will destroy others also. അതില്ല എങ്കിൽ നിങ്ങൾ സ്വയം നശിപ്പിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യും. What does King Solomon say? ശലോമോൻ രാജാവ് എന്ന് പറയുന്നു. When we turn to the book of Proverbs chapter 4. സദൃശവാക്യം 4-ാം അധ്യായം. Read that verse 23. 23-ാം വാക്യം വായിക്കുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. Keep thy heart with all diligence, for out of it are the issues of life. Out of it are the issues of life. ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നല്ലോ പുറപ്പെടുന്നത്. And in the book of Psalms it is mentioned, there we see the ways of Zion. നാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ടല്ലോ, സിയോന്റെ പെരുവഴികൾ അവിടെയുണ്ട്. But at the same time we should preserve our heart with all diligence. ആകയാൽ സകല ജാഗ്രതയോടും ഹൃദയത്തെ സൂക്ഷിക്കണം. Graciously God has washed us, God has cleansed us with his precious blood. കൃപയാൽ കർത്താവായ യേശു തന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചു. He has cleansed us by his word. തന്റെ വചനത്താൽ അവൻ നമ്മെ കഴുകി. I will speak more on this later. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പിന്നീട് And പറയാം. you should keep your heart with all diligence. ആകയാൽ സകല ജാഗ്രതയോട് ഹൃദയത്തെ കാക്കേണം. What does Job say? ഇയ്യോബ് എന്ന് പറയുന്നു. In Job chapter 31 verse 1. ഇയ്യോബ് 31-ന്റെ 1-ാം വാക്യം. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? I made a covenant with mine eyes, why then should I think upon a maid? Praise be to God. ദൈവത്തിന് മഹത്വം. There is something called adultery physically. ഇവിടെ നാം നോക്കുമ്പോൾ There is something called ശാരീരികമായിട്ടുള്ള വ്യഭിചാരമുണ്ട്. There is something called Jesus mentions about adultery in the heart. ഹൃദയത്തിൽ ചെയ്യുന്ന പരസംഗത്തെക്കുറിച്ചും യേശു പറഞ്ഞു. In the book of Peter it is mentioned adultery in the eyes. പത്രോസിന്റെ ലേഖനത്തിൽ അവിടെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നു. Their eyes are full of adultery, it is mentioned. അവിടെ പറഞ്ഞിരിക്കുന്നു, കണ്ണുകൾ വ്യഭിചാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. So you should preserve your eyes from all evil. ആകയാൽ നിങ്ങളുടെ കണ്ണുകളെ എല്ലാ ദോഷത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. Every day you should entrust your eyes in the hands of God. ഓരോ നാളും നിങ്ങളുടെ കണ്ണുകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. Then in Isaiah chapter 42 verse 19. യെശയ്യാവ് 42:19. Who is blind but my servant, or deaf as my messenger that I send? Who is blind as he that is perfect, and blind as the Lord's servant? എന്റെ ദാസനല്ലാതെ കുരുടനാർ Next verse also. അടുത്ത വാക്യം. Seeing,
seeing many things, but thou observest not, opening the ears, but he heareth not. എന്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാർ. There is a mask there. അവിടെ ഒരു മാസ്ക് ഉണ്ട്. So then for your ears and for your eyes you need a mask. അവിടെ കണ്ണുകൾക്കും കാതുകൾക്കും മാസ്ക് നമുക്ക് ആവശ്യം. In the book of Psalms 45, what do we read? 45-ാം സങ്കീർത്തനത്തിൽ എന്ത് വായിക്കുന്നു? So then see, consider and hear. അവിടെ നോക്കുന്നത് അല്ലിയുക്കുമായി നോക്കുക, കേൾക്കുക, ചെവി ചായ്ക്കുക. But at the same time here it is mentioned, do not see. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കരുത്. What is the meaning of this? അതിന്റെ അർത്ഥം എന്ത്? There are things that you are supposed to see, there are things that you are supposed to hear, there are things that you are not supposed to consider. നിങ്ങൾ നോക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, നിങ്ങൾ കേൾക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഗ്രഹിക്കേണ്ടതായ കാര്യങ്ങളും ഉണ്ട്. God has given you ears that you may listen to hearken to the voice of God. ആകയാൽ ദൈവശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കാതുകൾ തന്നിരിക്കുന്നു. God has given you eyes to behold the king in all his beauty. രാജാവിനെ സകല സൗന്ദര്യത്തോടെയും കാണുവാൻ കർത്താവ് നിങ്ങൾക്ക് കണ്ണുകൾ തന്നിരിക്കുന്നു. A child of God must preserve his life from sin. ഒരു ദൈവ പൈതൽ തന്റെ ജീവിതത്തെ പാപം കൂടാതെ സൂക്ഷിക്കണം. In Jeremiah chapter 17 verse 16. യിരെമ്യാവ് 17:16. ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല, ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു. എൻ്റെ അധരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിൽ ഇരിക്കുന്നു. As for me, I have not hastened from being a pastor to follow thee, neither have I desired the woeful day. Thou knowest that which came out of my lips was right before thee. In Malayalam translation it's not very clear. മലയാളം പരിഭാഷ അത്ര വ്യക്തമല്ല. Here he says, that which came out of my mouth was right in thy sight. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് നിന്റെ മുൻപാകെ അത് നേരുള്ളതായിരിക്കണം. How are the words of our mouth these days? ഈ നാളുകളിൽ നമ്മുടെ വായിലെ വാക്കുകൾ എങ്ങനെ? What do we speak on the telephone? നാം ഫോണിൽ കൂടെ എന്ത് സംസാരിക്കുന്നു? We speak about this person and that person. നാം ആ വ്യക്തിയെക്കുറിച്ചും ഇയാളെക്കുറിച്ചും ഒക്കെ പറയുന്നു. Recently there was a revival, there was a special meeting going on. ഒരു പ്രത്യേകമായ മീറ്റിംഗ് നടക്കുകയായിരുന്നു. And so there was a prophecy there. അവിടെ ഒരു പ്രവചനമുണ്ടായി. So then it was like this. You must understand, the devil is accusing you in my presence about your telephone calls. നിന്റെ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് പിശാചി എന്നോട് നിന്നെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കണം. We should be very, very careful. ആകയാൽ നാം വളരെ We should ശ്രദ്ധാലുക്കളാകണം. be careful as to what we hear. We should be careful as to what we give others. ആകയാൽ നാം എന്ത് കേൾക്കുന്നു, നാം മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതിൽ നാം വളരെ ശ്രദ്ധാലുക്കളാകണം. So you look at the testimony of Jeremiah. യിരെമ്യാവിന്റെ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുക. He had not received the Holy Spirit that we speak about. നാം എന്ന് പറയുന്നതായ അഭിഷേകം താൻ പ്രാപിച്ചിട്ടില്ല. But he says that which came out of my mouth was right. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് അത് നേരുള്ളതായിരുന്നു. Every day early in the morning, what must be our prayer? ആകയാൽ ഓരോ ദിവസം അതിരാവിലെ നമ്മുടെ പ്രാർത്ഥന എന്താകണം? Lord, let the words of my mouth and meditation of my heart be acceptable in your sight. കർത്താവിന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകട്ടെ. Otherwise that will come back to you, you must understand. അല്ലെങ്കിൽ അത് നിന്റെ നേരെ തിരിച്ചടിക്കുമെന്ന് മറക്കരുത്. What do we read in the book of Psalm 73 verse 9? 73-ാം സങ്കീർത്തനം 9-ാം വാക്യം. Their tongue walketh throughout the world, it seems. അവിടെ കാണുന്ന നാവ്, അവരുടെ നാവ് മുഴുലോകത്തിലും സഞ്ചരിക്കുന്നു. അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. They set their mouth against the heavens, and their tongue walked through the earth. Tongue has got feet also, you must understand. നോക്കുക, അവരുടെ നാവ് മാത്രമല്ല കാലുകളും സഞ്ചരിക്കുന്നു. Praise be to God. ദൈവത്തിന് മഹത്വം. You go here and there, speak about that person and this person. അവിടെ ഇവിടെ എല്ലാം സഞ്ചരിച്ച് അയാളെക്കുറിച്ച് ഇയാളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. What does Jesus say? യേശു എന്ത് പറഞ്ഞു? The things which you have spoken in the closet, in the secret place, will be proclaimed on the housetop. നിങ്ങൾ ഉള്ളറകളിൽ സംസാരിച്ച് രഹസ്യമായി സംസാരിച്ചത് അത് പൊതുവിൽ ഘോഷിക്കപ്പെടും. The words of curse, you would have cursed others. You would have cursed your mother-in-law, cursed your daughter-in-law. നിങ്ങൾ മറ്റുള്ളവരെ ശപിച്ചത്, അമ്മായിയമ്മയോ മരുമകളെയോ ശപിച്ചത്, The word of God says that will fall upon yourself. അത് നിങ്ങളുടെ മേൽ തിരിച്ചടിക്കുമെന്ന് തിരുവചനം പറയുന്നു. Kindly read 64:8 also, Psalms 68 64:8. 64-ന്റെ 8-ാം വാക്യം സങ്കീർത്തനം. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കയാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു. So they shall make their own tongue to fall upon themselves, all that see them shall flee away. So then you must understand that they'll be smothered under their own tongue. In English it is beautiful.
അവിടെ ഇംഗ്ലീഷിൽ കാണുന്നുണ്ട്, അവർ സ്വന്തം നാവിനാൽ അവർ അടികൊള്ളും. So they will be just crushed by their own tongue. സ്വന്തം നാവിനാൽ അവർ തകർന്നു പോകും. Maybe a small member. അതൊരു ചെറിയ അവയവമാണ്. But at the same time, if we do not control our tongue, എന്നാൽ അതേ സമയത്ത് അത് വലിയ നാശം വരുത്തുന്നു. if we don't control our tongue, നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, if we don't have a mask for our tongue, നമ്മുടെ നാവിന് ഒരു മാസ്ക് ഇല്ലെങ്കിൽ, praise be to God, ദൈവത്തിന് മഹത്വം, that will smother us, that will destroy us, and we'll be crushed under its weight. അത് നമ്മെ അടിക്കും, അത് നമ്മെ നശിപ്പിക്കും, അതിന്റെ ഭാരത്താൽ നമ്മൾ തകർന്നു പോകും. Apart from that, there are other two senses also. അതുപോലെ തന്നെ മറ്റ് ഇന്ദ്രിയങ്ങളെ കുറിച്ചും നാം പറയുന്നത്. So let us have this mask and preserve our life with all diligence. ആകയാൽ നമ്മുടെ ജീവിതത്തെ സകല ജാഗ്രതയോടും കൂടി കാത്തുകൊള്ളുവാൻ ഈ മാസ്ക് നമുക്കുണ്ടായിരിക്കട്ടെ. What is the second instruction given? രണ്ടാമത് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ത്? Wash your hands often. നിങ്ങളുടെ കൈ കൂടെ കൂടെ കഴുകുക. There's something called sanitizing and then washing with soap and so on. ഇപ്പോൾ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈ വൃത്തിയാക്കുക. Our sanitizer is our sanitizer is something different. എന്നാൽ നമ്മുടെ സാനിറ്റൈസർ അല്പം വ്യത്യസ്തമാണ്. When we turn to the book of 1 John chapter 1 verse 7. 1 യോഹന്നാൻ 1:7. But if we walk in the light and he is in the light, we have fellowship one with another, and the blood of Jesus Christ his son cleanseth us from all sin. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. There is no detergent which can take away sin of mankind. മനുഷ്യന്റെ പാപത്തെ കഴുകി മാറ്റത്തക്കതായ ഡിറ്റർജന്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. It is only the blood of a precious lamb. ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ മാത്രമേ അത് സാധിക്കൂ. If we confess our sins, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, also read verse 9. 9ാം വാക്യം കൂടെ. If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all unrighteousness. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. That is our sanitizer. ഇതാണ് നമ്മുടെ സാനിറ്റൈസർ. Washed with the precious blood of Jesus. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെടുക. It's not only the beginning of our spiritual life. നമ്മുടെ ആത്മിക ജീവിതത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല. It doesn't mean that you should commit sin often. നിങ്ങൾ കൂടെ കൂടെ പാപം ചെയ്യണമെന്നല്ല പറയുന്നത്. But perhaps if it happens in your thoughts or in your deeds or in your words, നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഒരുപക്ഷേ സംഭവിച്ചാൽ, immediately we should go to the cross. ഉടനെ ക്രൂശിന്റെ അടുക്കൽ ചെല്ലണം. The blood of Jesus will cleanse us from all unrighteousness. യേശുവിന്റെ രക്തം സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. If we confess our sins, he is faithful to forgive our sins and to cleanse us from all unrighteousness. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. During those days when they used to sing this song, that there is power in the blood of the lamb. മുൻകാലങ്ങളിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ ശക്തിയുണ്ടെന്നുള്ളതായ പാട്ട് കൂടെ കൂടെ പാടുമായിരുന്നു. Demonic powers would just sway to and fro. ഭൂതശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയും. Because when they hear about the blood of the lamb, എന്തുകൊണ്ടെന്നാൽ കുഞ്ഞാടിന്റെ രക്തത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ now something is given to mankind in order to remove their sins. പാപത്തെ നീക്കുവാനായി മാനവരാശിക്ക് നൽകപ്പെട്ടതാണിത്. In the Old Testament time, blood of lambs and other animals were shed. പഴയ നിയമ കാലയളവിൽ ആടുകളുടെയും മറ്റു മൃഗങ്ങളുടെയും രക്തം ചൊരിഞ്ഞു. They could not take away sin, it is mentioned. എന്നാൽ അവയ്ക്ക് പാപങ്ങൾ നീക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. But 2000 years ago there was a righteous man who had not committed any sin. He died for you and for me also. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപേ യാതൊരു പാപവും ചെയ്യാത്ത ഒരു നീതിമാൻ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും മരിച്ചു. There's power in the blood of the lamb. ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. Is there anyone here who's not washed with the precious blood of the lamb? കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെടാത്തവരായി ആരെങ്കിലും ഇവിടെയുണ്ടോ? Or is there anyone who has gone back to your old ways? ആരെങ്കിലും തങ്ങളുടെ പഴയ പാപവഴികളിലേക്ക് തിരിഞ്ഞുപോയവരായിട്ടുണ്ടോ? Your God is giving you one more chance today. ദൈവം നിങ്ങൾക്ക് ഇന്ന് ഒരു അവസരം കൂടെ നൽകുന്നു. Don't depart from this place unless you are washed with the precious blood of the lamb. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ടല്ലാതെ ഈ സ്ഥലം വിട്ട് നിങ്ങൾ തിരിച്ചു പോകരുത്. In the book of Isaiah chapter 1 verses 18 and 19. യെശയ്യാപ്രവചനം 1-ാം 18-19 വാക്യങ്ങൾ. There is a word of challenge. അവിടെ ഒരു വെല്ലുവിളിയുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബര പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. Come now and let us reason together, saith the Lord. Though your sins be as scarlet, they shall be as white as snow. Though they be red like crimson, they shall be as wool. If ye be willing and obedient. Come, let us
reason. Come, let us challenge. Take this as a challenge. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം, ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക. Are you affected by the guilt of sin? പാപബോധത്താൽ, കുറ്റബോധത്താൽ നീ ബാധിക്കപ്പെട്ടിരിക്കുന്നു. Are you tormented, tortured by the guilt of sin? പാപത്തെക്കുറിച്ചുള്ള ആ കുറ്റബോധം നിന്നെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. So the blood of Jesus is in our midst tonight. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. Sins, stains are lost in the life-giving flow. ആ ജീവപ്രവാഹത്തിൽ പാപക്കറകൾ നീങ്ങി. We are going to sing that song in English. നമുക്ക് ആ ഇംഗ്ലീഷിൽ അത് പാടാം. There is power, Wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. There is power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. ഹല്ലേലൂയ. all your sins are on the cross. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ആ ക്രൂശിലാണ്. All your sins are washed by the precious blood of Jesus. നിങ്ങളുടെ പാപങ്ങളെല്ലാം യേശുവിന്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെട്ടു. That is our hand wash. That is our sanitizer. ഇതാണ് നമ്മുടെ കൈ കഴുകാനുള്ള സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ. I'll mention about another sanitizer. ഞാൻ മറ്റൊരു സാനിറ്റൈസറിനെ കുറിച്ചുകൂടെ പറയട്ടെ. When we turn to the book of Hebrews chapter 10 verse 22. എബ്രായർ 10:22. Let us draw near with a true heart in full assurance of faith, having our hearts sprinkled from an evil conscience and our bodies washed with pure water. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. That shows the word of God, washed by the word of God. ഇത് ദൈവവചനത്തെ കാണിക്കുന്നു, തിരുവചനങ്ങളാൽ കഴുകപ്പെടുക. Looking at the disciples, Jesus said, "Ye are clean by the word that you have heard, which I have spoken." കർത്താവായ യേശു ശിഷ്യന്മാരെ നോക്കി ഇങ്ങനെയാണ് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. Every day you give importance to the word of God. ഓരോ നാളും നിങ്ങൾ ദൈവവചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. It is a sad thing that children of God don't read the word of God at all. ദൈവമക്കൾ ദൈവവചനം വായിക്കുന്നതേ ഇല്ല എന്നുള്ളത് എത്രയോ ദുഃഖകരം. The only verse that they read is in that calendar that particular day. നോക്കുക, അതാത് ദിവസത്തിൽ കലണ്ടറിലുള്ളതായ വാക്യം മാത്രം വായിക്കുന്നു. Every word of God has got power. ഓരോ ദൈവവചനത്തിനും ശക്തിയുണ്ട്. Every word of God has got power and authority. ഓരോ ദൈവവചനത്തിനും ശക്തിയും അധികാരവുമുണ്ട്. So God has given us all these promises through the word of God. ആകയാൽ ദൈവവചനത്തിൽ കൂടെ ദൈവം നമുക്ക് ഈ വാഗ്ദത്തങ്ങളെല്ലാം തന്നല്ലോ. As a saint mentioned once, ഒരു വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞു, when we pray, we speak to God. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു. When we read the word of God, God speaks to us. നാം തിരുവചനം വായിക്കുമ്പോൾ ദൈവം നമ്മോടും സംസാരിക്കുന്നു. According to the condition of our heart. നമ്മുടെ ഹൃദയ നിലവാരത്തിനൊത്തവണ്ണം, According to our weakness. നമ്മുടെ ദൗർബല്യങ്ങൾക്കനുസരിച്ച്, According to our failures. നമ്മുടെ വീഴ്ചകൾക്കനുസരിച്ച് The word of God comes up ദൈവവചനം, and then it will sanctify you when you submit yourself to the word of God. നിങ്ങൾ ദൈവവചനത്തിനായി സമർപ്പിക്കുമ്പോൾ ദൈവവചനം എഴുന്നേറ്റ് വന്ന് അത് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. According to the calculation, കണക്കുകൂട്ടൽ പ്രകാരം if you read Bible for 12 minutes every day, you can finish once it's in at pulpit speed. നോക്കുക, നിങ്ങൾ ഒരു ദിവസം 12 മിനിറ്റ് ബൈബിൾ വായിക്കുകയാണെങ്കിൽ, At pulpit speed, that is, പ്രസംഗിക്കുന്നതായ ആ വേഗതയിൽ നിങ്ങൾ ദൈവവചനം വായിക്കുകയാണെങ്കിൽ you can finish reading it once a year, it seems. നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാം. People are so busy, even much more busier than our ministers. നോക്കുക, ഇന്ന് മന്ത്രിമാരെക്കാളും തിരക്കുള്ളവരാണ് നമ്മുടെ ആളുകൾ. You don't have time to spend 12 minutes for the word of God? 12 മിനിറ്റ് ദൈവവചനത്തിനായി ചിലവിടാനില്ലേ? Or at least 20 minutes you can finish once. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 20 മിനിറ്റ് എങ്കിലും വായിച്ചു തീർക്കുക. There are servants of God who have prayed, who have read the Bible for so many times, over and over again. നോക്കുക, വീണ്ടും വീണ്ടുമായി ബൈബിൾ ആവർത്തിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരുണ്ട്. You would have heard about a child of God, his name was George Muller. ജോർജ് മുള്ളർ എന്നതായ ഒരു ദൈവഭക്തനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. He was a German and he had an orphanage in a place called Bristol in England. താൻ ജർമ്മൻകാരനായിരുന്നു. ഇംഗ്ലണ്ടിൽ ക്രിസ്റ്റലിൻ എന്നതായ സ്ഥലത്ത് തനിക്ക് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. He was a very busy person. താൻ വളരെ തിരക്കുള്ള വ്യക്തിയാണ്. But at the same time it is mentioned he had read the Bible 200 times and 100 times on his knees.
നോക്കുക, താൻ 200 പ്രാവശ്യം ബൈബിൾ വായിച്ചുവെന്നും അതിൽ 100 പ്രാവശ്യം താൻ മുഴങ്കാലിൽ നിന്നാണ് വായിച്ചതെന്നും പറയുന്നു. How are we going to stand before God? നാം ദൈവം മുൻപാകെ ഏതവസ്ഥയിൽ പോയി നിൽക്കും? We speak lofty things about Zion and New Jerusalem. നാം സിയോൻ, പുതിയ യെരൂശലേം എന്നിങ്ങനെ വളരെ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. They didn't have the revelation that we have. എന്നാൽ അവർക്കുണ്ടായിരുന്നതായ വെളിപ്പാട് നമുക്കുള്ളതായ വെളിപ്പാട് അവർക്കില്ലായിരുന്നു. But at the same time they had a great desire to read the word of God. എന്നാൽ അവർക്ക് ദൈവവചനം വായിക്കാനുള്ള വലിയ അഭിലാഷമുണ്ടായിരുന്നു. When I was serving the Lord in a particular place, കർത്താവിനെ ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ also there was a child of God, a believer. അവിടെ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. So then he saw a vision, it seems. He saw a vision. താൻ ഒരു ദർശനം കണ്ടു. God poured something sweet in his mouth. ദൈവം തന്റെ വായിൽ എന്തോ മധുരമുള്ളതൊന്ന് വെച്ചു. From that time he had a great desire to read the word of God. ആ സമയം മുതൽ തനിക്ക് ദൈവവചനം വായിക്കാൻ വലിയ ആഗ്രഹമുണ്ടായി. He was working in a cloth mill. താൻ അവിടെ ഒരു തുണിമില്ലിൽ ജോലി ചെയ്യായിരുന്നു. So by the time he retired, he had already finished reading 66 times. നോക്കുക, താൻ തന്റെ വിരമിക്കുന്ന കാലയളവിനുള്ളിൽ താൻ 66 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. But later, after he resigned, എന്നാൽ പിന്നീട് താൻ വിരമിച്ച ശേഷം when I went there in charge of that assembly, so he was only a believer for 18 years, that's all. താൻ വെറും 18 വർഷം പഴക്കമുള്ള ഒരു വിശ്വാസിയാണ്. ഞാൻ അവിടേക്ക് മാറി ചെന്നപ്പോൾ So then he said, I finished reading the Bible about 98 times or something. ഞാൻ 98 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തു എന്ന് താൻ പറഞ്ഞു. Later I met him during the Chennai convention. ഞാൻ പിന്നീട് ചെന്നൈ കൺവെൻഷനിൽ കണ്ടപ്പോൾ 108 times he said. 108 പ്രാവശ്യം എന്ന് പറഞ്ഞു. You see, this is the condition of some of our believers. These are the experiences of some of our believers. നോക്കുക, നമ്മുടെ വിശ്വാസികളിൽ ചിലരുടെ അനുഭവമാണിത്. So then this word of God is able to sanctify us. The word of God is able to keep us from sin. ആകയാൽ ഈ ദൈവവചനത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാനും പാപത്തെ വിട്ട് അകറ്റി നമ്മെ സൂക്ഷിക്കുവാനും കഴിയും. I have kept the psalmist says, I have kept the word of God. I have hid the word of God in my heart that I may not sin against you. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. So we had a pastor called Pastor Selvam. പാസ്റ്റർ സെൽവം നമുക്കുണ്ടായിരുന്നു. In the middle of the night, people who had stayed in the same room would often mention. People who would stay in his room during കൺവെൻഷൻ സമയത്ത് ആളുകൾ തന്റെ റൂമിൽ തന്നെ വന്ന് താമസിക്കുമായിരുന്നു. He was always thinking, meditating about the word of God. താൻ എല്ലായ്പ്പോഴും ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. He would get up in the middle of the night. താൻ അർദ്ധരാത്രി എഴുന്നേൽക്കും. He would ask the other pastor, what is the meaning of this verse? What is the meaning of this verse? താൻ മറ്റുള്ള പാസ്റ്റർമാരോട് അർദ്ധരാത്രി എഴുന്നേറ്റ് ചോദിക്കും, പാസ്റ്ററെ, ഇന്ന വചനത്തിന്റെ അർത്ഥം എന്താണ്? ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? We should immerse in the word of God. We should be soaked in the word of God. ആകയാൽ നാം ദൈവവചനത്തിൽ തികച്ചും മുഴുകി അതിൽ നിമഗ്നരായിരിക്കണം. As a servant of God mentioned once, ഒരിക്കൽ ഒരു ശുശ്രൂഷകൻ പറഞ്ഞതുപോലെ, take hold of the word of God till the word of God takes hold of you. ആകയാൽ ദൈവവചനം നിന്നെ മുറുകെ പിടിക്കും വരെ നീ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. So that will keep you from sin. അത് നിന്നെ പാപത്തിൽ നിന്ന് സൂക്ഷിക്കും. Praise be to God. ദൈവത്തിന് മഹത്വം. Then in Psalms 3rd, what is our sanitizer? മൂന്നാം സങ്കീർത്തനത്തിൽ നമ്മുടെ സാനിറ്റൈസർ എന്താണ്? When we turn to the book of Psalms 26 verse 6. 26 സങ്കീർത്തനം 6 വാക്യം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. I will wash mine hands in innocency, so will I compass thine altar, O Lord. Praise be to God. ദൈവത്തിന് മഹത്വം. So I will wash my hands in innocency. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. What is the meaning of the word innocency? അവിടെ ആ കുറ്റമില്ലായ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? In other words, you can say childlike disposition. നോക്കൂ, മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ ശിശുതുല്യമായ ഒരവസ്ഥ. No, that child is innocent. ഒരു കുഞ്ഞ് എത്രയോ നിഷ്കളങ്കം. Doesn't want to look into that and this unnecessary things. അത് അനാവശ്യമായ കാര്യങ്ങളെ നോക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. When we turn to the book of Psalms 131 verses 1 and 2. 131 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ വരുമ്പോൾ There it is mentioned about the innocency of the child. അവിടെ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലുകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലുകുടി മാറിയതുപോലെ ആകുന്നു. Lord, my heart is not haughty, nor mine eyes lofty, neither do I exercise myself in great matters or in things too high for me. Surely I have behaved and quieted myself as a child that is weaned of his mother. My soul is even as a weaned child. I will not interfere in unnecessary things. ഞാൻ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. When parents are speaking about certain important things.
when parents discuss something, മാതാപിതാക്കൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ a child is not bothered about such things at all. ഒരു കുഞ്ഞ് അതിനെയൊന്നും ഗണ്യമാക്കുന്നില്ല. What is happening there? What is happening here? What is happening in that place? Everything we should know. നമുക്കാണെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു എല്ലാം അറിയാം. But at the same no, we want to know. നമ്മൾക്ക് അതെല്ലാം അറിയണം. So he says, I will not exercise myself in things which are not necessary for me. അതുകൊണ്ട് തന്നെയാണ് താൻ പറയുന്നത്, അനാവശ്യമായ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ചെന്ന് ഇടപെടുന്നില്ല. And one more thing is mentioned there. ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു, I am as a weaned child. ഞാൻ ഒരു പാൽകുടി മാറിയ കുഞ്ഞിനെ പോലെ. So as far as sin is concerned, that should be our condition also. ആകയാൽ പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കണം. When a child which is weaned will not again go to the mother for that purpose. ഒരു കുഞ്ഞ് പാൽ കുടിച്ച് തൃപ്തിയായാൽ വീണ്ടും അമ്മയുടെ അടുക്കൽ അതിനുവേണ്ടി പോവുകയില്ല. No, I have forgotten that. I have forsaken that. ഞാൻ അതിനെ മറന്നു, ഞാൻ അതിനെ ഉപേക്ഷിച്ചു. I have quieted my soul. It is meant this is how you should preserve your soul. ഞാൻ എന്റെ പ്രാണനെ മിണ്ടാതാക്കി എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ പ്രാണനെ സൂക്ഷിക്കേണ്ടത്. Praise be to God. ദൈവത്തിന് മഹത്വം. Washing your hands in innocency. കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുക. This is what Jesus also mentioned. കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്, Unless you turn as a little child, you will not enter into the kingdom of God. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. What is the third thing? മൂന്നാമത്തെ കാര്യം, Keep safe distancing. നിങ്ങൾ അകലം പാലിക്കുക. So this is what we all know about that, isn't it? ഇതെല്ലാം നമുക്ക് അറിയാം. അതും So they say about 2 meters or 6 feet or 6.5 feet or whatever it may be. ഒരു 2 മീറ്റർ അല്ലെങ്കിൽ 6.5 അടി അകലമോ. Our safe distancing is 1.67 meters. നമ്മുടെ സുരക്ഷിത അകലം എന്ന് പറയുന്നത് 1.67 മീറ്റർ. I am quoting from the messages of Pastor Manohar. ഞാൻ പാസ്റ്റർ മനോഹരന്റെ മെസ്സേജിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. Praise be to God. ദൈവത്തിന് മഹത്വം. He would say that as far as the child of God is concerned, he should be like a railway track. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു റെയിൽ പാളം പോലെ ആയിരിക്കണമെന്നാണ് താൻ പറയുന്നത്. Broad gauge, it is 1.67 meters wide. ബ്രോഡ് ഗേജ് പാളങ്ങൾക്ക് തമ്മിലുള്ള അകലം 1.67 മീറ്റർ ആണ്. That is how your relationship with your co-brother must be. ആകയാൽ നിങ്ങളുടെ കൂട്ട സഹോദരമായിട്ടുള്ളതായ നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ആയിരിക്കണം. Don't go too close, don't go apart. അകലത്തോട്ടും പോകരുത്, അടുക്കുകയും ചെയ്യരുത്. If the railway line goes 1 inch apart, there will be derailment. റെയിൽ പാളം 1 ഇഞ്ച് അകന്നാൽ അവിടെ പാളം തെറ്റും. When it goes closer 1 inch, even then there will be derailment. അത് 1 ഇഞ്ച് അടുത്താലും പാളം തെറ്റും. So that is why in Christianity there is nothing called friendship. ആകയാൽ ക്രിസ്തീയ ജീവിതത്തിൽ കൂട്ടുകെട്ടില്ല. That is why it is mentioned that it is fellowship. അവിടെ കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. Our relationship is only spiritual relationship. ആകയാൽ നമ്മുടെ ബന്ധങ്ങൾ ആത്മീക ബന്ധങ്ങൾ മാത്രമാകണം. So therefore no friendship. Our friendship is only with Jesus. ആകയാൽ നമുക്ക് മറ്റാരുമായും കൂട്ടുകെട്ടില്ല, യേശുവിനോടൊഴികെ. It is only Jesus who says that I call you my friends. കർത്താവ് യേശു തന്നെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. When we turn to the book of John chapter 15 verse 15. യോഹന്നാൻ 15:15 യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. Henceforth I call you not servants, for the servant knoweth not what his Lord doeth, but I have called you friends, for all things that I have heard of my Father I have made known unto you. Our friendship must be with Jesus and Jesus alone. നമ്മുടെ സൗഹൃദം കൂട്ടുകെട്ട് യേശുവിനോട് കൂടെ ആകണം, യേശുവിനോട് മാത്രമാകണം. Our trust must be in Jesus and Jesus alone. നമ്മുടെ ആശ്രയം യേശുവിൽ, അവനിൽ മാത്രമാകണം. Sometimes when I go and take charge of a particular faith home or center. ഒരു നമ്മുടെ സെന്ററിലെ ഒരു പ്രത്യേകമായ വിശ്വാസ വീട്ടിൽ ചെന്ന് ചാർജ് എടുക്കുന്ന സമയത്ത് But I often mention these things. ഞാൻ ഈ കാര്യങ്ങൾ കൂടെ പറയും. This is something called fellowship and not friendship. ഇത് ഒരു കൂട്ടായ്മയാണ്, ഒരിക്കലും ഒരു കൂട്ടുകെട്ടല്ല. It is not a business partnership. ഇത് ഒരു വ്യാപാര പങ്കാളിത്തമല്ല. I often mention 4 things there. ഞാൻ 4 കാര്യങ്ങൾ അവിടെ പറയും. Don't do business with believers. നിങ്ങൾ വിശ്വാസികളുമായിട്ട് യാതൊരു ബിസിനസ്സും ചെയ്യരുത്. Don't seek for employment with the believers. വിശ്വാസികളുമായിട്ട് അവിടുന്ന് തൊഴിൽ തേടരുത്. Don't appoint anyone as believer in your business. വിശ്വാസിയെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നിയമിക്കരുത്. Don't lend money to the believers. വിശ്വാസിക്ക് കടം കൊടുക്കരുത്. Don't borrow money from believers. വിശ്വാസിയിൽ നിന്ന് കടം വാങ്ങരുത്. Then afterwards when they are not paid back, they come to us. അത് തിരിച്ചു കൊടുക്കാതാകുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ വരും. When you are lending money to others, you are destroying his faith life. നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തെ നശിപ്പിക്കുന്നു. There was a wonderful believer in the place where I was serving.
ഞാൻ ശുശ്രൂഷ ചെയ്ത സ്ഥലത്ത് ഒരു നല്ല വിശ്വാസി ഉണ്ടായിരുന്നു. He would say, if someone asks for money, I'll not give them much money. I'll just give them some and then forget it. ആരെങ്കിലും വന്ന് എന്നോട് കടം ചോദിച്ചാൽ ഞാൻ ധാരാളമൊന്നും കൊടുക്കുകയില്ല. ഞാൻ എന്തെങ്കിലും കൊടുത്തു വിടും, പിന്നീട് ഞാൻ അത് ചോദിക്കാൻ പോകാറില്ല. Yes, you will have to help a poor believer, it is true. അതേ, നമ്മൾ ദരിദ്ര വിശ്വാസികളെ സഹായിക്കണം, അത് സത്യമാണ്. Without informing the servants of God, without informing anyone, they say that he has borrowed money from them. Pastor, you should not give him Lord's table. അത് ശുശ്രൂഷകരറിയാതെ അവർ മറ്റുള്ളവർക്ക് ധാരാളം കടം കൊടുക്കും. പിന്നീട് വന്ന് പറയും, പാസ്റ്റർ, ഇന്ന ആൾക്ക് നിങ്ങൾ കർത്തൃമേശ കൊടുക്കാൻ പാടില്ല. No, that is not possible. You must understand. നിങ്ങൾ മനസ്സിലാക്കണം, അത് സാധ്യമല്ല. Praise be to God. ദൈവത്തിന് മഹത്വം. As far as our fellowship is concerned, it is only as far as our believers are concerned, you should only have fellowship with him. Don't have friendship. ആകയാൽ നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ മാത്രമേ ഉണ്ടാകാവൂ, ഒരിക്കലും ഒരു കൂട്ടുകെട്ട് പാടില്ല. We have seen so many cases like that. ഇങ്ങനെ പലവിധമായ കേസുകളെ കാണുവാൻ കഴിയുന്നു. So when they broke down, when they break down, then they come back to us. അപ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. So keep safe distance. ആകയാൽ സുരക്ഷിത അകലം പാലിക്കുക. And our distance must be with Jesus and Jesus alone. ആകയാൽ നമ്മൾ അടുത്ത് ചെല്ലേണ്ടത് യേശുവിനോട് മാത്രമാകണം. He should be in us and we should be in him. അവൻ നമ്മിലും നാം അവനിലും ഉണ്ടാകണം. Praise be to God. ദൈവത്തിന് മഹത്വം. When we keep that relationship, you will keep yourself from sin. ആകയാൽ ആ ബന്ധം നമ്മൾ സൂക്ഷിക്കുമ്പോൾ നാം പാപത്തെ വിട്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കും. Fourth, നാലാമത്, touch not anything unnecessarily. ഒന്നിലും അനാവശ്യമായി തൊടാതിരിക്കുക. When we turn to the book of 2 Corinthians chapter 6 verse 17. 2 കൊരിന്ത്യർ 6:17. Wherefore come out from among them and be separate, saith the Lord, and touch not the unclean thing, and I will receive you. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. Praise be to God. ദൈവത്തിന് മഹത്വം. We must understand that we are in the midst of the battle. നാം ഒരു യുദ്ധക്കളത്തിന് നടുവിൽ എന്നുള്ളത് മനസ്സിലാക്കണം. Even the government also says we are in the midst of the battle. ഗവൺമെന്റും പറയുന്നുണ്ടല്ലോ, നമ്മളൊരു പോരാട്ടത്തിന്റെ നടുവിലാണ്. So therefore, what does the word of God say about the battle? What should be the condition of a believer? ആകയാൽ ഈ പോർക്കളത്തെ കുറിച്ച് ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്താകണമെന്നാണ് ബൈബിൾ പറയുന്നത്. When we turn to the book of Deuteronomy chapter 23 verse 9. ആവർത്തന പുസ്തകം 23:9. When the host goeth forth against thine enemies, then keep thee from every wicked thing. ശത്രുക്കൾക്ക് നേരെ പാളയം ഇറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. When the host goeth for the battle. ഈ സൈന്യം യുദ്ധത്തിനായി പോകുമ്പോൾ, so there is a wartime slogan. നോക്കുക, ഒരു യുദ്ധകാല മുദ്രാവാക്യമുണ്ട്. So then hear no rumor, spread no rumor. അത് നിങ്ങൾ കിംവദന്തികൾ കേൾക്കരുത്, പരത്തരുത്. Praise be to God. ദൈവത്തിന് മഹത്വം. You should keep yourself from every evil thing. എല്ലാവിധമായ ദോഷ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. So then I shall be your father and you will be my children. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. Here it shows it mentions about the life of separation. ഇവിടെ ഇത് വേർപാട് ജീവിതത്തെ കാണിക്കുന്നു. On the first day, on the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ, ആരംഭ ദിവസത്തിൽ തന്നെ, the first message itself. ആദ്യത്തെ ദൂത് തന്നെ. In Acts of the Apostles chapter 2 verse 40, what does St. Peter say? അപ്പോസ്തല പ്രവൃത്തി 2:40 പത്രോസ് അവിടെ എന്ത് പറയുന്നു? Separate yourself from this untoward generation. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ. We should separate ourselves from every evil thing. എല്ലാ ദോഷ കാര്യങ്ങളെ വിട്ട് നമ്മൾ വേർപെടണം. World is engulfed in sin. നോക്കുക, ലോകം പാപത്തിൽ മുഴുകി കിടക്കുന്നു. It is filled with corruption. അത് അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. We cannot change the world. നമുക്ക് ലോകത്തെ മാറ്റാനാവില്ല. But at the same time we should separate ourselves from this generation. അതേസമയം നമുക്ക് ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പാൻ കഴിയും. When we turn to the book of Numbers chapter 19. സംഖ്യാപുസ്തകം 19-ാം അധ്യായം. So God through Moses mentioned about so many defilements. ദൈവം മോശയിലൂടെ പലവിധമായ അശുദ്ധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. You are not supposed to touch certain things. നിങ്ങൾ ചില കാര്യങ്ങളെ തൊടാനേ പാടില്ല. You are not supposed to touch a dead person. നിങ്ങൾ ഒരു മൃതദേഹത്തെ തൊടരുത്. Even there it is mentioned in 3. അതിനടുത്ത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Time doesn't permit me to explain them all. അതെല്ലാം തന്നെ വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. You should not touch a grave. നിങ്ങൾ ഒരു കല്ലറയെ തൊടരുത്. You should not touch an open vessel. നിങ്ങൾ ഒരു തുറന്ന പാത്രത്തെ തൊടരുത്. So then you should not touch any of these. You should not touch a person who has touched these things. നിങ്ങൾ ഇവയെ തൊട്ടതായ ഒരു വ്യക്തിയെ പോലും തൊടുവാൻ പാടില്ല. Keep yourself from all defilements. എല്ലാവിധമായ അശുദ്ധികളെ വിട്ട് നിങ്ങളെ സൂക്ഷിക്കുക. So then a vessel which is without lid, it is unclean. ആകയാൽ വായ് മൂടിക്കെട്ടാത്ത പാത്രമെല്ലാം അശുദ്ധമാകും. If you know that a person is loud mouthed,
A person is loud mouth. ഒരാൾ He or വളരെ she doesn't have any control over his or her mouth. വായ്ക്ക് നിയന്ത്രണമില്ലാത്ത ഒരു വായാടി. Yeah, in Tamil also it is mentioned vayadi, it is mentioned. തമിഴിലും വായാടി എന്നാണ് പറയുന്നത്. What are you supposed to do about that vayadi? ഈ വായാടിയോട് നിങ്ങൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? What are you supposed to do about that babbler? അങ്ങനെയുള്ളതായ വായാടിയോട് നിങ്ങൾ എങ്ങനെ ഇടപെടേണ്ടിയിരിക്കുന്നു? Keep yourself from him, or keep yourself from her. നിങ്ങൾ തന്നെ അവളെ വിട്ട് അവനെ വിട്ട് മാറണം. Don't go anywhere close to that person. എന്നിട്ട് ആ വ്യക്തിയോട് അടുത്ത് ചെല്ലരുത്. No, there was a person whom we thought was the spiritual person. ആത്മീകനെന്ന് ഞാൻ ചിന്തിച്ചതായ വ്യക്തി. He would see visions and dreams and so many things. താൻ ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ കാണും. He was a man of faith also. താൻ ഒരു വിശ്വാസവീരനും കൂടെ. Later, slowly he started speaking about that person and this person. എന്നാൽ പിന്നീട് പതുക്കെ മറ്റുള്ളവരെ കുറിച്ചെല്ലാം പറയാൻ തുടങ്ങി. I want a person who was close to him. തന്നോട് വളരെ അടുത്തുള്ളതായ ഒരു വ്യക്തിയെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു. Be careful about that person. ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം. Then he said, Pastor, even I thought so. താൻ പറഞ്ഞു, പാസ്റ്ററെ ഞാനും അത് ചിന്തിച്ചതാണ്. Even I thought that person is not right. ആ വ്യക്തി അത്ര ശരിയല്ലെന്ന് എനിക്കും തോന്നി. So you must understand that we are in the midst of the battle. ആകയാൽ നാം ഒരു പോർക്കളത്തിന് നടുവിലാണെന്ന് മനസ്സിലാക്കണം. Keep yourself when the horse goes to the battle, keep yourself from every evil thing. സൈന്യം യുദ്ധത്തിനായി പോകുമ്പോൾ കൊള്ളരുതാത്ത കാര്യങ്ങളെ വിട്ട് അകന്നിരിക്കണം. Praise be to God. ദൈവത്തിന് മഹത്വം. Then fifth one. അഞ്ചാമത്, to increase the immunity, what we should do? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? So you should drink a mixture of ginger, turmeric and pepper, they say. നിങ്ങൾ ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾ എന്നിവ ചേർത്ത് കഴിക്കണം. Praise be. You all know about that better than me. എന്നെക്കാളും നിങ്ങൾക്കിതെല്ലാം അറിയാം. Praise be to God. ദൈവത്തിന് I സ്തോത്രം. don't want to explain more on this. എല്ലാം അധികം വിശദീകരിക്കുന്നില്ല. It is bitter and it shows it's a type for the Passover, bitterly having Passover with bitter leaves. അത് വളരെ കടുപ്പമുള്ളത്, കയ്പേറിയതാണ്. നാം പെസഹ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ, കയ്പ് ചീര. On Friday I mentioned about Passover. I don't want to mention more on this. വെള്ളിയാഴ്ചയിൽ ഞാൻ പെസഹയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്ന് അധികം പറയാൻ താല്പര്യപ്പെടുന്നില്ല. A person who doesn't keep the Passover is not a children of is not a child of God, is not an Israelite. പെസഹ ആചരിക്കാത്ത ഒരു വ്യക്തി ഒരു ദൈവ പൈതലല്ല, അവനൊരു ഇസ്രായേല്യനല്ല. How long it is since you have taken part in the Passover? നിങ്ങൾ ഈ പെസഹയിൽ പങ്കെടുത്ത് എത്ര നാളായിരിക്കുന്നു? You are supposed to take this with bitter herbs. നിങ്ങൾ ഇത് കയ്പ് ചീരയോടുകൂടെ ഭക്ഷിക്കണം. What is the second thing which increases the immunity? രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന അടുത്ത കാര്യം എന്ത്? So that is what the government says that you will have to get given for exercise. നിങ്ങൾ വ്യായാമം ചെയ്യണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. Go to the gym. ജിംനേഷ്യത്തിൽ പോവുക, Run. ഓടുക. Running, jogging, skipping and anything that you can do. നിങ്ങൾ ഓടുക, അവിടെ നടക്കുക, നിങ്ങൾ സ്കിപ്പിംഗ് ചെയ്യുക. Praise be to God. ദൈവത്തിന് സ്തോത്രം. Praise be to God. All these things are necessary for us. It is true. ഇതെല്ലാം ആവശ്യമായ കാര്യങ്ങളാണ്, സത്യമാണ്. Bible doesn't say that these things are not necessary. ബൈബിൾ എന്നാൽ ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നില്ല. When we turn to the book of 1 Timothy chapter 4 verse 8. 1 തിമോഥെയോസ് 4:8. For bodily exercise profiteth little, but godliness is profitable unto all things, having promise of the life that now is, and of that which is to come. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. Now there is a contrast between bodily exercise and godliness. ഇപ്പോൾ ഇവിടെ ശാരീരികമായ അഭ്യാസത്തിനും ദൈവഭക്തിക്കേറ്റതായ അഭ്യാസത്തിനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. By bodily exercise it helps you little bit. ശാരീരികമായ അഭ്യാസം അത് നിങ്ങൾക്ക് അല്പാൽപ്പം പ്രയോജനം ചെയ്യുന്നു. You know, there was a Bible expositor, his name was Chuck Smith. ഒരു ബൈബിൾ വ്യാഖ്യാതാവ് ഉണ്ടായിരുന്നു, തന്റെ പേര് ചാക്ക് സ്മിത്ത് എന്നായിരുന്നു. When he accepted Christ Jesus as his personal savior, താൻ ക്രിസ്തുയേശുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ so then now he had a choice. ഇപ്പോൾ തനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു. He had to make a choice. താൻ ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ടി വന്നു Between M&M. M&M. Between ministry and then medicine. ശുശ്രൂഷയാണോ മരുന്നാണോ? No, medicine means to take up a medical profession. അത് താൻ വൈദ്യശാസ്ത്രത്തിൽ പ്രവേശിക്കണോ ശുശ്രൂഷയിൽ പ്രവേശിക്കണോ? He was waiting in the presence of God. താൻ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. You know what God told him? ദൈവം തന്നോട് എന്ത് പറഞ്ഞു? Yes, if you take medical profession, അത് നീ
ആ വൈദ്യശാസ്ത്രം തൊഴിലായി തിരഞ്ഞെടുത്താൽ you can help others. നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാം, You can physically help them. മറ്റുള്ളവരെ ശാരീരികമായി And സഹായിക്കാം. that person can live for 100 years maximum. ആ വ്യക്തി കൂടിപ്പോയാൽ 100 കൊല്ലം ജീവിക്കും. But at the same time, if you take this as profession, എന്നാൽ നീ കർത്തൃ ശുശ്രൂഷയെ നിന്റെ തൊഴിലായി തിരഞ്ഞെടുത്താൽ you can take people to eternity. നിനക്ക് ആളുകളെ നിത്യതയിലേക്ക് നടത്താം. Now you make your choice. ഇപ്പോൾ നീ തിരഞ്ഞെടുക്കുക. And he chose ministry. താൻ ശുശ്രൂഷ തിരഞ്ഞെടുത്തു. Praise be to God. ദൈവത്തിന് മഹത്വം. Now our exercise is in the presence of God, you must understand. ആകയാൽ നമ്മുടെ വ്യായാമം ദൈവസന്നിധിയിലായിരിക്കണമെന്ന് മനസ്സിലാക്കുക. Early in the morning you be on your knees and then start praying in the presence of God. അതിരാവിലെ സമയം നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. How many of you get up for morning praising? എത്ര പേർ അതിരാവിലെ സ്തോത്രത്തിന് എഴുന്നേൽക്കുന്നു? How many of you get filled in the spirit? എത്ര പേർ ആത്മാവിൽ നിറയുന്നു? So that is our exercise. അതാണ് നമ്മുടെ വ്യായാമം. That will help for this world, for this life as well as for the eternal life also. അതിപ്പോഴത്തെ ജീവനും വരുവാനുള്ള ജീവനും പ്രയോജനമുള്ളത്. You be on your knees for 1 hour every day. ആകയാൽ ദിവസവും 1 മണിക്കൂറെങ്കിലും മുഴങ്കാലിൽ നിന്ന് നീ ശീലിക്കുക. That will help you physically as well as spiritually also. അത് നിന്നെ ശാരീരികമായും ആത്മീകമായും സഹായിക്കും. I don't think it is possible after you cross your 50 or 60. After you cross your 50 or 60, 50 or 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. But at the same, if you can, you do it. എന്നാൽ കഴിയുമെങ്കിൽ ചെയ്യുക. But at the same time, you must understand, children of God have crushed Satan not under their feet but under their knees. You must understand. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമക്കൾ സാത്താനെ ചതച്ചു കളയുന്നത് തങ്ങളുടെ പാദത്തിന്റെ കീഴ് കൊണ്ടല്ല, അവർ തങ്ങളുടെ മുഴങ്കാൽ കൊണ്ടാണ്. Devil will tremble when a saint is on his knees. ഒരു ദൈവഭക്തൻ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ പിശാച് വിറയ്ക്കും. There is a saying in English. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. When the weakest saint goes on his knees, the strongest devil strengthens himself to pull him down, it seems. ബലഹീനനായ ഒരു വിശ്വാസി മുഴങ്കാലിൽ നിൽക്കുമ്പോൾ ശക്തനായ സാത്താൻ അവൻ വളരെ ദുർബലനായിത്തീരുന്നു, അവൻ നിലംപരിചാകുന്നു. Praise be to God. ദൈവത്തിന് മഹത്വം. There was a saint called John Hyde. ജോൺ ഹൈഡ് എന്നൊരു വിശുദ്ധനുണ്ടായിരുന്നു. It is mentioned, Pastor K.V. Paul would often mention about it. പാസ്റ്റർ കെ വി പോൾ തന്നെ കുറിച്ച് കൂടെ പറയും. There were so many occasions when he has prayed for 36 hours at a stretch, it seems. താൻ ഒറ്റയടിക്ക് 36 മണിക്കൂർ പോലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. On a couple of occasions, or once at least, he was on his knees for 36 hours, it seems. 1-2 സന്ദർഭങ്ങളിൽ താൻ തന്റെ മുഴങ്കാലിൽ തന്നെ 36 മണിക്കൂറോളം തുടർച്ചയായി നിൽക്കുന്നുണ്ടായിരുന്നു. I don't know how humanly it was possible. Probably he would have gone into trance. മാനുഷികമായി അത് എത്രത്തോളം സാധ്യമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ താൻ ആത്മവിവശതയിലായിരുന്നിരിക്കാം. When I was a young worker, ഞാനൊരു ഇളയ ശുശ്രൂഷകനായിരുന്നപ്പോൾ so there was a believer who had come from Sri Lanka. ശ്രീലങ്കയിൽ നിന്ന് വന്നതായ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. He was very old. He was about 89 years old. തനിക്ക് ഒന്ന് വളരെ പ്രായമായിരുന്നു, 89 വയസ്സ്. And whole meeting, whole prayer, he would be on his knees. ആ പ്രാർത്ഥനാ സമയം മുഴുവൻ താൻ മുഴങ്കാലിൽ നിൽക്കും. And Pastor Casey Verghese had to ask him to sit down. പാസ്റ്റർ കേസി വർഗീസ് തന്നോട് ഇരിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. He was telling us. താൻ ഇങ്ങനെ പറയും നമ്മളോട്. So then that believer was telling us, Satan is powerful. We should fight against him on our knees. ആകയാൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്, സാത്താന് വളരെ ശക്തിയുണ്ട്, നാം മുഴങ്കാലിൽ നിന്ന് വേണം അവനോട് പോരാടാൻ. So from today onwards, you are going to be on our knees. ആകയാൽ ഇന്നു മുതൽ നമുക്കും മുഴങ്കാലിൽ നിൽക്കാം. As far as possible. കഴിയുന്നിടത്തോളം. When you desire, when you ask God, God is going to strengthen our knees. നിങ്ങൾ ആഗ്രഹിച്ചാൽ, ദൈവത്തോട് കൃപ ചോദിച്ചാൽ, കർത്താവ് നമ്മെ മുഴങ്കാലിൽ നിൽക്കുവാൻ ശക്തീകരിക്കും. When we turn to the book of Hebrews, chapter 12, verse 12. എബ്രായ ലേഖനം 12:12. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. Wherefore lift up the hands which hang down and the feeble knees. Praise be to God. ദൈവത്തിന് മഹത്വം. Lift up your hands and feeble knees. ആകയാൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. When we turn to the book of Ezekiel, chapter 21, verse 6. എഹെസ്കേൽ 21:6 വരുമ്പോൾ, O son of God, sigh to the breaking of your loins. മനുഷ്യപുത്ര നടുവൊടികെ നെടുവീർപ്പിടുക. നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒഴുകി നെടുവീർപ്പിടുക, അവർ കാണെ കഠിനമായി നെടുവീർപ്പിടുക. Sigh therefore, thou son of man, with the breaking of thy loins, and with bitterness sigh before their eyes. How will your loins break? Tell me. എങ്ങനെയാണ് നമ്മുടെ നടു ഒടിയുന്നതെന്ന് പറഞ്ഞാട്ടെ. There was a young girl. ഒരു യുവതി. Then the worker there encouraged her to be on her knees. അവിടെയുള്ളതായ ശുശ്രൂഷകൻ തന്നെ മുഴങ്കാലിൽ നിൽക്കുവാനായി പ്രോത്സാഹിപ്പിച്ചു. Today that sister is a servant of God. ഇന്ന് ആ സഹോദരി ഒരു കർത്തൃ ശുശ്രൂഷകയാണ്. At 10 o'clock in the night she went on her knees. രാത്രി 10 മണിക്ക് അവൾ മുഴങ്കാലിൽ നിൽക്കുവാൻ തുടങ്ങി. Till 4 o'clock in the morning.
രാവിലെ 4 മണി വരെ She served with me also. എൻ്റെ കൂടെയും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. And after she was telling me, അതിനുശേഷം താൻ എന്നോട് പറഞ്ഞു, after being on the knees for 6 hours continuous, it became so stiff she could not sit down, it seems. 6 മണിക്കൂർ തുടർച്ചയായി ഇങ്ങനെ മുഴങ്കാലിൽ നിന്നിട്ട് നടുവാകെ വലിഞ്ഞു മുറുകിപ്പോയി തനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. This was the explanation given by one of our senior pastors. അത് നമ്മുടെ സീനിയർ പാസ്റ്റർമാരിൽ ഒരാൾ അതിന് നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്. How will you have your loins broken? എങ്ങനെയാണ് നിങ്ങളുടെ നടു ഒടിയുന്നത്? So then be on your knees. ആകയാൽ മുഴങ്കാലിൽ നിൽക്കുക. So as far as possible be on the knees. കഴിയുന്നിടത്തോളം മുഴങ്കാലിൽ നിൽക്കുക. It shouldn't be difficult for youths. അതൊരു യൗവനക്കാർക്ക് വലിയ പ്രയാസമായിരിക്കില്ല. As far as elderly ones are concerned, as far as possible you be on your knees. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നിടത്തോളം നിങ്ങളും നിൽക്കുക. That is a good exercise for you. അത് നിങ്ങൾക്ക് ഒരു നല്ല വ്യായാമമാണ്. Be filled with the power of God. പരിശുദ്ധാത്മ ശക്തിയാൽ നിറയുക. The power of God will come upon you. ദൈവശക്തി നിങ്ങളുടെ മേൽ വരും. And one more thing I would like to mention from my own experience. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയട്ടെ. When I was serving the Lord in a particular place, ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് വേല ചെയ്യുമ്പോൾ there were so many problems and there was no way of solving them. ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പരിഹാരമൊന്നും കാണാനില്ല. All that we were able to do is I and my co-workers would be on our knees lifting up our hands. എനിക്കും എൻ്റെ കൂട്ടുവേലക്കാർക്കും ആകെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത് മുഴങ്കാലിൽ നിന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക. Then a believer sister saw a vision about us. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസി സഹോദരി ഒരു ദർശനം കണ്ടു. Devil is trying to pull us down that we may not be on our knees. ഞങ്ങൾ മുഴങ്കാലിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം പിശാച് ഞങ്ങളെ വലിച്ച് താഴെയിടുവാൻ ശ്രമിക്കുന്നു. When I was serving the Lord in Delhi, ഞാൻ ഡൽഹിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, so during our workers meeting we would be on our knees often. വേലക്കാരുടെ യോഗ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ മുഴങ്കാലിൽ നിൽക്കും. 45 minutes, 1 hour or so. 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ. Then devil spoke to a believer, one of our workers. അപ്പോൾ പിശാച് നമ്മുടെ ശുശ്രൂഷകരിൽ ഒരാളോട് സംസാരിച്ചു. You know what it mentioned? എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? Do you know when you are on your knees we are not able to do anything, we lose our discretion, we don't know what to do with you. നോക്കുക, നിങ്ങൾ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചിന്താശേഷി പോലും നഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാതെയാകുന്നു. Devil spoke one more thing to another worker. മറ്റൊരു ശുശ്രൂഷകനോട് പിശാച് വേറൊരു കാര്യം പറഞ്ഞു. I am not afraid of anyone. ഞാൻ മറ്റാരെയും ഭയപ്പെടുന്നില്ല. I am not bothered about any person. ആരെയും ഞാൻ ഗണ്യമാക്കുന്നുമില്ല. But as far as a person who's on his knees, I am his slave. എന്നാൽ ഒരു വ്യക്തി മുഴങ്കാലിൽ നിൽക്കുമ്പോൾ ഞാൻ അവന് അടിമയാണ്. So these days we should strive on our knees. ആകയാൽ ഈ നാളുകളിൽ മുഴങ്കാലിൽ നിന്ന് പോരാടണം. Let the power of God come upon us. ദൈവശക്തി നമ്മുടെ മേൽ വരട്ടെ. Early in the morning during morning praising, you be filled with the power of God. അതിരാവിലെ സ്തോത്രാരാധനയുടെ സമയത്ത് നിങ്ങൾ ദൈവശക്തിയാൽ നിറയുക. As far as possible be on your knees and strive in prayer. കഴിയുന്നിടത്തോളം മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥനയിൽ പോരാടുക. Praise from the depth of the heart. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതിക്കുക. So that is immunity against sickness. അത് നമ്മുടെ രോഗത്തിനെതിരായുള്ള പ്രതിരോധ ശേഷിയാണ്. Kohima mother who has gone to be with the Lord. ദൈവസന്നിധിയിൽ പ്രവേശിച്ചതായ മുൻ കൊഹിമ മദർ, Though I heard her testimony once. ഞാൻ തന്നെ കുറിച്ച് ഒരു സാക്ഷ്യം കേട്ടു. She was testifying in Shillong. താൻ ഷില്ലോങ്ങിൽ സാക്ഷ്യം പറഞ്ഞു. She said God healed me of many of our sicknesses, many of my sicknesses during morning praising. ദൈവം എൻ്റെ പല രോഗങ്ങളും സൗഖ്യമാക്കിയത് അതിരാവിലെ സ്തോത്രാരാധനാ വേളയിലാണ്. Praise be to God. ദൈവത്തിന് മഹത്വം. Now we are going to make a decision in the presence of God. ഇപ്പോൾ ദൈവസന്നിധിയിൽ നാം ഒരു തീരുമാനമെടുക്കുവാൻ How to പോകുന്നു. keep yourself from this pandemic. എങ്ങനെ ഈ മഹാവ്യാധിയിൽ നിങ്ങളെ സൂക്ഷിക്കാം? How to keep yourself from this sin. ഈ പാപത്തിൽ എങ്ങനെ നിങ്ങളെ സൂക്ഷിക്കാം? It has got promise of life to come, present life and life to come also. ഇപ്പോഴത്തെ ജീവനും വരുവാനുള്ള ജീവനുമുള്ള വാഗ്ദത്തം ദൈവഭക്തിയിലുണ്ട്. We are going to make a decision in the presence of the Lord. നാം ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാൻ പോകുന്നു. Even now God is going to fill you with new power, new strength. ഇപ്പോൾ തന്നെ ദൈവം നിന്നെ പുതിയ ശക്തിയാൽ പുതിയ ബലത്താൽ നിറയ്ക്കും. The things which are impossible for man are possible with God. മനുഷ്യന് സാധ്യമായത് ദൈവത്താൽ സാധ്യം. Will you believe? Do you believe the word of God? നീ ദൈവവചനം വിശ്വസിക്കുന്നുണ്ടോ? Oh son of man. മനുഷ്യപുത്ര, So then sigh to the breaking of your loins. നിന്റെ നടുവൊടികെ നീ നെടുവീർപ്പിടുക. An anointing will come upon you now. അഭിഷേകം നിന്റെ മേൽ വരും. Probably you did not think that these things are possible by you. നോക്കുക, ഒരുപക്ഷെ ഈ കാര്യങ്ങൾ എനിക്ക് അസാധ്യമെന്ന് നീ ചിന്തിച്ചതായ കാര്യങ്ങൾ. സ്തോത്രം പരരേ നിനക്ക് സ്തുതി, ത്രിയേകനാഥ നിനക്ക് സ്തുതി. സ്തോത്രം പരനേ നിനക്ക് സ്തുതി, ത്രിയേകനാഥ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. മഹത്വത്തിൻ പ്രഭുവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. മഹത്വത്തിൻ പ്രഭുവേ നിനക്ക് സ്തുതി.
ഹല്ലേലൂയ. If thou wouldst believe, thou should see the glory of God. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. I'll mention two more things and finish. രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. In case of emergency, you call helpline number. നോക്കുക, അത്യാവശ്യ അടിയന്തര ഘട്ടങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. So then 1098 they say. 1098 എന്നൊക്കെ തോന്നുന്നു. We have got, I'll mention 3 helpline numbers for us. എന്നാൽ ഞാൻ നിങ്ങൾക്ക് 3 ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പറഞ്ഞു തരാം. When sin is struggling with you, പാപം നിങ്ങളോട് പോരാടുമ്പോൾ, when sickness struggles against you, രോഗം നിങ്ങളോട് പോരാടുമ്പോൾ, I'll give you three numbers. 3 നമ്പറുകൾ പറയാം. One is 5015. ഒന്ന് 5015, One is 333. ഒന്ന് 333, One is 6425. ഒന്ന് 6425. Can you guess what these things are? ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? Read those 3 verses. Psalms 50 verse 15. 50-ാം സങ്കീർത്തനം 15-ാം വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. And call upon me in the day of trouble, I will deliver thee, and thou shalt glorify me. Praise be to God. ദൈവത്തിന് മഹത്വം. Call unto me in times of trouble. നീ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം. If you have got any breathlessness or any problem, any serious problem, call the helpline. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. Our helpline will not get clogged, will not be engaged always. ആകയാൽ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ അതൊരിക്കലും തിരക്കായിരിക്കുകയില്ല. This number is busy, kindly call later. ഈ നമ്പർ തിരക്കാണ്, പിന്നീട് വിളിക്കുക എന്ന് പറയുകയില്ല. I know in our younger days we had an action song. ഞങ്ങളുടെ ചെറുപ്രായങ്ങളിൽ ഒരു ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു. When I was studying in the Sunday school, maybe about 8 year or 9 year old. എനിക്ക് അന്ന് 8-9 വയസ്സുള്ളപ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് Ring once, ring twice, ring thrice, and he will hear. ഒന്ന് നീ നമ്പർ ഡയൽ ചെയ്യുക, രണ്ടാമതും കൂടെ കറക്കുക, മൂന്നാമതും കറക്കുക, അവൻ കേൾക്കും. For Jesus is waiting at the hallelujah telephone, waiting to answer prayer. കർത്താവായ യേശുക്രിസ്തു കാത്തു നിൽക്കുന്നു ഹല്ലേലൂയ ടെലിഫോണിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ. It will not be engaged, it will not be disconnected. അത് ഒരിക്കലും അത് വിച്ഛേദിക്കപ്പെടുകയില്ല, തിരക്കായിരിക്കുകയില്ല. You won't hear that voice, it is temporarily disconnected. പലപ്പോഴും കേൾക്കാറുണ്ട്, താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. It is always on, it is always he is just waiting to answer your call. നീ എപ്പോൾ വിളിച്ചാലും ഉത്തരം തരുവാൻ യേശു അവിടെ കാത്തു നിൽക്കുന്നു. What is the second number? എന്താണ് രണ്ടാമത്തെ നമ്പർ? Jeremiah chapter 33 verse 3. യിരെമ്യാവ് 33:3. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. Call unto me, and I will answer thee, and show thee great and mighty things which thou knowest not. Praise be to call unto me, and I will answer thee and show you great. The first thing is deliver. Here I'll show you great things. ഒന്നാമതായി പറഞ്ഞത് വിടുതലിനെ കുറിച്ചാണ്. രണ്ടാമത് പറയുന്നത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് വലിയ കാര്യങ്ങൾ കാണിക്കും. It will not only deliver you from sin, it gives you hope of eternal life. അത് നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, നിത്യജീവന്റെ പ്രത്യാശയും നൽകുന്നു. Next telephone call. അടുത്തതായിട്ടുള്ള നമ്പർ. Don't forget these numbers, always it should be in your memory. ഈ നമ്പറുകൾ മറക്കരുത്, എപ്പോഴും ഇത് ഓർമ്മയിൽ വേണം. It is not difficult for you to by heart these things. ഇതെല്ലാം കാണാപ്പാടമാക്കുവാൻ വലിയ പ്രയാസമില്ല. Our cell phone number, it has got 10 long numbers. Let me tell you one thing, I don't remember my own telephone number. നോക്കുക, നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ നമ്പറുകൾ 10 അക്കങ്ങളുണ്ട്. എനിക്ക് എന്റെ നമ്പർ തന്നെ അറിഞ്ഞുകൂടാ. When someone asks, I'll have to open my cell phone and then tell them. മറ്റാരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്റെ സെൽഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാണ് പറയുന്നത്. But at the same time, this is only 3 digit or 4 digit number. എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് 3 അക്കങ്ങളോ അല്ലെങ്കിൽ 4 അക്കങ്ങളോ മാത്രം. When we turn to the book of Isaiah 65 verse 24. യെശയ്യാവ് 65:24. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. And it shall come to pass that before they call, I will answer, and while they are yet speaking, I will hear. Literally, this will take place during the millennium time. 1000 ആണ്ട് വാഴ്ചയിൽ ഇത് അക്ഷരീകമായി നടക്കും. Because the whole chapter 65, it makes mention about the experience of the millennium time. എന്തുകൊണ്ടെന്നാൽ ഈ യെശയ്യാപ്രവചനം 65-ാം അധ്യായം മുഴുവനും സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറയുന്നു. There's God in heaven, there's God in your heart. സ്വർഗ്ഗത്തിൽ ദൈവമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമുണ്ട്. He is in us. He that is with us, he that is in us is greater than he that is in the world. അവൻ നമ്മിലുണ്ട്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. It is not long distance call.
അത് വലിയ ദൂരമൊന്നുമില്ല. Just call. Even before you call, he will answer you. അവിടെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പേ അവൻ ഉത്തരമരുളും. But at the same time, you should call. So it shows the spirit of prayer and supplication. അതേ സമയത്ത് നമുക്ക് യാചനയുടെയും പക്ഷപാതത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. So then, if you don't pray at home, if you don't have a personal prayer, family prayer, then this will not be possible. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആത്മാവില്ലായെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തിപരമായ കുടുംബപരമായ പ്രാർത്ഥനയില്ലായെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ കഴിയില്ല. The only difference is not only during emergency, always you should pray. A child of God is supposed to pray. ഒരു കാര്യം മാത്രമാണ് വ്യത്യാസം. അടിയന്തര ഘട്ടത്തിൽ മാത്രമല്ല, ഒരു ദൈവപൈതൽ എല്ലായ്പ്പോഴും താൻ പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം. When you walk, when you talk, when you are driving, when you are traveling, you can praise God. നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. You have got a safe helpline number, trustworthy helpline number. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വിശ്വാസയോഗ്യമായ, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. I'll just mention one more thing and finish. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. Stay indoor. What is the last instruction? Stay indoors at all times. കഴിയുന്നിടത്തോളം നിങ്ങൾ പുറത്തു പോകാതെ അകത്ത് തന്നെ താമസിക്കുക. When we turn to the book of Isaiah chapter 26 verse 20. യെശയ്യാപുസ്തകം 26:20. Come, my people, enter thou into thy chambers and shut thy doors about thee. Hide thyself as it were for a little moment until the indignation be overpast. എന്റെ ജനമേ, വന്നു നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. Praise be to God. ദൈവത്തിന് മഹത്വം. There is something called indignation of God. ദൈവത്തിന്റെ ക്രോധം എന്ന ഒന്നുണ്ട്. So man before an angry God. Man has to stand before that angry God. കോപിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യൻ പോയി നിൽക്കേണ്ടി വരും. But at the same time, what should the children of God do? അതേസമയം ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടത്? They have got a hiding place. അവർക്കൊരു മറവിടമുണ്ട്. When we turn to the book of Psalms 83 verse 3. 83-ാം സങ്കീർത്തനം 3-ാം വാക്യം. About the children of Israel, it is mentioned that they are hidden ones. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് അവർ യഹോവയുടെ ഗുപ്തന്മാർ. When the enemies were trying to destroy them, ശത്രുക്കൾ അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ they are addressed as hidden ones. അവർ ഗുപ്തന്മാർ അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടവരെന്ന് വിളിക്കപ്പെടുന്നു. When Saul wanted to destroy David, God hid him, it is mentioned. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവനെ ഒളിപ്പിച്ചു എന്നാണ് പറയുന്നത്. When King Jehoiakim wanted to kill Ebed-melech and Jeremiah, യെഹോയാക്കീം രാജാവ് യിരെമ്യാവിനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ it is mentioned that God hid him, it is mentioned. ദൈവം അവനെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. So there is a hiding place for a child of God. ആകയാൽ ഒരു ദൈവ പൈതലിന് ഒരു മറവിടമുണ്ട്. When we turn to the book of Colossians chapter 3 verses 2 and 3. കൊലോസ്യർ 3:2-3 വാക്യങ്ങൾ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. Set your affection on things above, not on things on the earth, for ye are dead and your life is hid with Christ in God. Praise be to God. ദൈവത്തിന് മഹത്വം. Not on the things of this world. ഈ ലോകത്തിലല്ല. What? Don't think on the things of ഈ this ലോകത്തിലെ കാര്യങ്ങളെ ചിന്തിക്കരുത്. world. What shall I eat? What shall I drink? Wherewithal I'll be clothed with. ആകയാൽ ഞാൻ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് ചിന്തിക്കരുത്. But at the same time, the word of God says that your life is hid in Christ. From thence we are waiting for the coming of the Lord. വിശുദ്ധൻ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, അവിടെ നിന്ന് നാം കർത്താവായ യേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. So the child of God must be always waiting, ardently waiting for the coming of the Lord. ആകയാൽ ഒരു ദൈവവിധത്തിൽ എപ്പോഴും കർത്താവിന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കണം. Our life, our confession must be, Amen, Lord Jesus, come soon. നമ്മുടെ ഏറ്റുപറച്ചിൽ ഇങ്ങനെ ആയിരിക്കണം, ആമേൻ കർത്താവേ വേഗം വരണമേ. We have come to the last day of this convention. നാം കൺവെൻഷന്റെ അവസാന ദിവസത്തിൽ വന്നിരിക്കുന്നു. Our desire and then our longing must be, Amen, Lord Jesus, come soon. നമ്മുടെ വാഞ്ചയും ദാഹവും ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്നാകട്ടെ. A person who doesn't come to this state is not worthy of this life, you must understand. ഈ അനുഭവത്തിൽ വരാത്തൊരു വ്യക്തി ഈ ജീവിതത്തിന് യോഗ്യനല്ലെന്ന് മനസ്സിലാക്കുക. There are two kinds of people in the church. സഭയിൽ രണ്ട് കൂട്ടം ആളുകളുണ്ട്. One people who are like Shimei. ഒരു കൂട്ടം ആളുകൾ ഷിമയെ പോലെ. One group like Rahab. ഒരു കൂട്ടം ആളുകൾ രാഹാബിനെ പോലെ. What was the instruction given to Shimei? ഷിമയ്ക്ക് നൽകിയതായ നിർദ്ദേശം എന്താ? So in Christ means it also shows the fellowship. In Christ means it also shows that we should hide in Christ. ക്രിസ്തുവിൽ നമുക്ക് അതൊരു കൂട്ടായ്മയെ കാണിക്കുന്നു, നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവത്തെ കാണിക്കുന്നു. Don't stray outside.
ആകയാൽ പുറത്തു പോകരുത്. What was the instruction given to Shimei? ഷിമയ്ക്ക് നൽകിയ നിർദ്ദേശമെന്ത്? Yes, you are an offender, it is true. അതെ, നീ ഒരു തെറ്റുകാരൻ തന്നെയാണ്. But I'm going to give you a chance. എന്നാൽ നിനക്കൊരു അവസരം നൽകാം. Go to Jerusalem, യെരുശലേമിൽ പോവുക. the city of the Most High God. അവിടെ അത്യുന്നതന്റെ നഗരമാണത്. You build a house there. അവിടെ ഒരു വീട് പണിയുക. You remain there, nothing will happen to you. അവിടെ പാർത്താൽ നിനക്ക് ഒരു ദോഷം വരികയില്ല. Don't stick your head outside. നിങ്ങൾ തല പുറത്തിടരുത്. When the day you cross this brook Jabbok, നീ ആ യബ്ബോക്ക് നദി കടക്കുന്ന മാത്രയിൽ your head will go. നിന്റെ തല തെറിക്കും. But we all know that story. നിങ്ങൾക്കെല്ലാം അതറിയാം. His servants or his slaves left him and then went to some other country. അവന്റെ അടിമകൾ അവനെ വിട്ട് മറ്റെവിടെയോ ഓടിപ്പോയി. But at the same time, what happened? എന്ത് സംഭവിച്ചു? And he had put a person behind him. അവന്റെ പിന്നാലെ ഒരാളെ വെച്ചിരുന്നു. And he said, did I not tell you that not to leave this place? ഈ സ്ഥലം വിട്ടു പോകരുതെന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? The moment you stick your neck outside, നിന്റെ കഴുത്ത് വെളിയിലിട്ട മാത്രയിൽ he that dwelleth in the secret place of the Most High shall abide under the shadow of the Almighty. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. You may be a talented person, you may have that gift and this gift, but when we try to expose, everything will be gone. കഴിവുള്ള വ്യക്തിയായിരിക്കാം, ബലവിധമായ വരങ്ങളും താലന്തും കാണാം. പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാൽ എല്ലാം തീർന്നു. God has given us a fellowship of the saints. God has given us leaders. You do everything according to the guidance of the leaders. Nothing will happen to you. ദൈവം നമുക്ക് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ തന്നിട്ടുണ്ട്. നമുക്ക് മീതെ വിശുദ്ധന്മാർ നടത്തിപ്പുകാരുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കൊന്നും സംഭവിക്കുകയില്ല. On the other hand, when you look at Rahab, എന്നാൽ മറുഭാഗത്ത് നിങ്ങൾ രാഹാബിനെ നോക്കുക. what was the instruction given to her by the spies? അവൾക്ക് ഒറ്റുകാർ നൽകിയ നിർദ്ദേശമെന്ത്? Yeah, she was a vulgar woman. അവൾ വളരെ മോശമായി ജീവിച്ച സ്ത്രീയായി. Her trade, none of us would like that. അവളുടെ തൊഴിൽ നമ്മളാരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. She was looked down upon. ആകയാൽ അവൾ ഒരു മതിലിന്മേൽ പാർത്തിരുന്നു. But at the same time, two instructions were given to her. അവൾക്ക് രണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. One, you should tie this thread to this window. ചുവന്ന നൂൽ ആ ജനലിൽ കിളിവാതിലിൽ കെട്ടണം. You know what the meaning is. I don't have time. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. Second thing, രണ്ടാമത്, you along with your family must remain in that house. നിന്റെ കുടുംബത്തെയും വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് ആ വീട്ടിൽ പാർക്കണം. Let anything happen around. മറ്റ് പുറത്ത് എന്ത് സംഭവിച്ചാലും. So when the walls of Jericho came crashing down, എരിഹോവിന്റെ മതിലുകൾ തകർന്നു വീണപ്പോൾ so there was lot of noise outside. പുറത്ത് വലിയ ബഹളങ്ങൾ കേട്ടു. But at the same time, what was the instruction given? എന്നാൽ അതേ സമയത്ത് അവൾക്ക് നൽകപ്പെട്ടതായ നിർദ്ദേശം, You are not supposed to go out. നീ പുറത്തു പോകരുത്. Come, my children, and be delivered from the indignation of the law. മക്കളെ വരുവിൻ, യഹോവയുടെ ക്രോധത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവിൻ. Her house, she was a whore. It was a brothel. It belonged to someone else. That is, she lived a dirtiest trade. Her trade was dirty. അവളുടെ തൊഴിൽ വളരെ മോശപ്പെട്ടതായ ഒന്നായിരുന്നു. But now hope is infused in her. എന്നാൽ ഇപ്പോൾ അവളിൽ പ്രത്യാശ സ്ഫുരിച്ചു. Now she's waiting for the advent of Joshua. ഇപ്പോൾ അവൾ യോശുവയുടെ ആഗമനത്തിനായി കാത്തിരിക്കുന്നു. What is her song now? എന്താണ് ഇപ്പോൾ പാട്ട്? You must understand the meaning of the word Joshua and the meaning of word Jesus is one and the same. നിങ്ങൾക്ക് അറിയാമോ, യോശുവ എന്ന വാക്കിന്റെയും യേശു എന്ന വാക്കിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. Oh Joshua, when will you come? യോശുവായേ, നീ എപ്പോൾ വരും? You told me, you have given instruction that you will come and redeem me. നീ വന്ന് എന്നെ വീണ്ടെടുക്കുമെന്ന് എനിക്കൊരു നിർദ്ദേശം തന്നല്ലോ. I kept your commandments. ഞാൻ നിന്റെ കൽപ്പനകൾ കാത്തു. So many things can happen. മറ്റു പല കാര്യങ്ങൾ നടന്നേക്കാം. So then you would may be forced to leave this fellowship and go out. ഒരുപക്ഷേ ഈ കൂട്ടായ്മ വിട്ട് പുറത്തു പോകുവാൻ നിർബന്ധിതനാകുന്ന സാഹചര്യം വരും. God has put you in this fellowship. എന്നാൽ ദൈവം നിന്നെ ഈ കൂട്ടായ്മയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്നു. God has given you the revelation about this fellowship. ദൈവം നിനക്ക് ഈ കൂട്ടായ്മയെ കുറിച്ച് വെളിപ്പാട് തന്നിട്ടുണ്ട്. When you look at others, it may appear to be green. മറ്റുള്ളവരെ മറ്റുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ അതൊരു പച്ചപ്പ് പോലെ തോന്നിയേക്കാം. We don't say that those fellowships are wrong. മറ്റെല്ലാ കൂട്ടായ്മകളും തെറ്റെന്ന് പറയുന്നില്ല. Often Pastor T.U. Thomas would mention. പാസ്റ്റർ ടി തോമസ് അവர்கள் കൂടെ പറയും. So we don't say that we are the best of the fellowships. നമ്മളാണ് ഏറ്റവും നല്ല കൂട്ടായ്മ എന്ന് നമ്മൾ പറയുന്നില്ല. There are others who are doing a better ministry than this. മറ്റുള്ളവർ നമ്മെക്കാളും നല്ല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായേക്കാം. But as far as I am concerned, God has put me in this inn and he has asked me to remain here. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നെ ഈ വഴിയമ്പലത്തിൽ വെച്ചിരിക്കുന്നു, ഇവിടെ പാർക്കുവാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. He said, I will come back again and I will take you. ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. So what happened to this Rahab? ആകയാൽ രാഹാബിന് എന്ത് സംഭവിച്ചു? She was faithful. അവൾ വിശ്വസ്തയായിരുന്നു. Now her house is clean. It is not a brothel any longer.
ഇപ്പോൾ നോക്കുക, അവളുടെ വീട് വളരെ വൃത്തിയുള്ളതാണ്. അപ്പൊ അതിപ്പോൾ മലിനപ്പെട്ടൊന്നല്ല. But at the same time, now her house is like a faith. അവളുടെ ഭവനം ഇപ്പോൾ ഒരു വിശ്വാസ വീട് പോലെ. Her house is like a believer's house. ഒരു വിശ്വാസിയുടെ വീട് പോലെ. Oh Joshua, when will you come? യോശുവായെ, നീ എപ്പോൾ വരും? When will you come? You have promised that you will come soon. എത്രയും വേഗം വരുമെന്ന് വാഗ്ദത്തം ചെയ്തല്ലോ. Shall we all close our eyes tonight? കണ്ണുകളെ അടയ്ക്കാം. Our Jesus is coming soon. നമ്മുടെ യേശു വേഗം വരുന്നു. So that is the last instruction given. ആകയാൽ നൽകപ്പെടുന്ന അവസാന നിർദ്ദേശം, Don't go out of the house. ആ വീട് വിട്ട് പുറത്തോട്ട് പോകരുത്. Be in Christ. ക്രിസ്തുവിലായിരിക്കുക. Be in this fellowship. ഈ കൂട്ടായ്മയിലാവുക. And you will be raptured in the coming of the Lord. കർത്താവിന്റെ വരവിൽ അപ്പോൾ നീ എടുക്കപ്പെടും. May God help us through these words. ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. പെട്ടിടതോടിടുക, പണവോളം വരവിട്ടുപോയി. മാലിന്യപ്പെട്ടിടതോടിടുക, പണവോളം വരവിട്ടുപോയി. പണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. പണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടതോടിടുക, പണവോളം വരവിട്ടുപോയി. 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 Lord, hallelujah, hallelujah, amen. Yes, the Lord wants us to be careful with our lives. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ജാഗ്രത പുലർത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. Keep your heart with all diligence, for out of it are the issues of life. സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. The Lord wants to deliver us from the plague of our heart. Don't let any sin be in your heart. ആകയാൽ നിന്റെ ഹൃദയത്തിൽ ഒരു പാപവും വരരുത്. നമ്മുടെ ഹൃദയത്തിന് ആ പീഡ ബാധ വരാതിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Oh, he's given us his blood to cleanse us. നമ്മെ കഴുകുവാൻ തന്റെ രക്തം നൽകിയിരിക്കുന്നു. He has given us his word to cleanse us. നമ്മെ കഴുകുവാൻ തന്റെ വചനം തന്നിരിക്കുന്നു. Oh, sanctify ourselves daily. നമ്മെ തന്നെ ദിനംപ്രതി ശുദ്ധീകരിക്കാം. Oh, let us every day give room to the work of sanctification. ആ ശുദ്ധീകരണ പ്രവൃത്തിക്കായി ഓരോ
ഓരോ ദിവസവും നമുക്ക് ഇടം കൊടുക്കാം. Be covered, do not let your life be an open vessel. ആകയാൽ നിന്റെ ജീവിതം ഒരു തുറന്ന പാത്രമാകാതെ അത് മൂടി സൂക്ഷിക്കാം. Let us be blind and deaf and dumb to the things we have to be blind and deaf and dumb to. ആകയാൽ ഏതെല്ലാം കാര്യങ്ങളുടെ മുൻപാകെ നാം കുരുടരും ചെകിടരുമായിരിക്കണമോ അവിടെയെല്ലാം നമുക്ക് കുരുടരായി ചെകിടരായി ഊമരായിരിക്കാം. Preserve your life, don't speak evil of others. ആകയാൽ ജീവിതത്തെ കാത്തുകൊള്ളുക, മറ്റുള്ളവരെക്കുറിച്ച് ദോഷമായി സംസാരിക്കരുത്. It is not your duty to talk of such things. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിന്റെ ജോലിയല്ല. If you curse others, that curse will come up. If you speak evil of others, that will come upon you. മറ്റുള്ളവരെക്കുറിച്ച് ശാപവാക്ക് പറഞ്ഞാലോ ദോഷവാക്ക് പറഞ്ഞാലോ അത് നിന്റെ മേൽ. Repent right now. ഇപ്പോൾ അനുതപിക്കൂ. The Lord is going to cleanse you. കർത്താവ് നിന്നെ കഴുകുവാൻ പോകുന്നു. Keep your life of separation. നിന്റെ ജീവിതത്തെ വേർപാടിൽ സൂക്ഷിക്കുക. Christian life is not a life of friendship but a life of fellowship. ക്രിസ്തീയ ജീവിതം കൂട്ടുകെട്ടല്ല, കൂട്ടായ്മയുടെ ജീവിതം. Keep your life of separation. വേർപാട് ജീവിതം സൂക്ഷിക്കുക. Keep that closeness with Jesus without any limit. There is no limit. Let your life be hidden, found in Christ and Christ in you. യേശുവുമായുള്ള നിന്റെ അടുപ്പത്തിന് ഒരു പരിധിയുമില്ല. അങ്ങനെ പരിധി കൂടാതെ അടുത്ത് വരിക. ക്രിസ്തു നിന്നിൽ വസിക്കട്ടെ, നീ ക്രിസ്തുവിൽ വസിക്കുക. Come into the experience to have that close fellowship with him in prayer. പ്രാർത്ഥനയിലൂടെ യേശുവുമായിട്ട് അടുത്ത ബന്ധമുള്ളതായ ഒരു അനുഭവത്തിലേക്ക് വരിക. Dwell in the secret place of the Most High. അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് മറവിടത്തിൽ വസിക്കുക. Strengthen your weak hands and your feeble knees. അതേ നിന്റെ തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ഉറപ്പിക്കുക. Learn to seek God early in the morning, praise him. അതിരാവിലെ സ്തോത്രാരാധനാ വേളയിൽ ദൈവത്തെ തേടുക. Keep your prayer life, that is the knees. നിന്റെ മുഴങ്കാൽ പ്രാർത്ഥന സൂക്ഷിക്കുക. He will do great things for അവൻ you. നിനക്കായി വൻ കാര്യങ്ങൾ ചെയ്യും. Exercise yourself in godliness. നിന്നെ തന്നെ ദൈവഭക്തിയിൽ അഭ്യാസം ചെയ്യുക. He wants to do great things for you. നിനക്കായി അവൻ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. Be within the house. വീട്ടിനുള്ളിലായിരിക്കുക. Rahab is in the house. The fellowship he has given you, this apostolic fellowship. അതേ നിന്നെ അപ്പോസ്തലിക കൂട്ടായ്മയിൽ ദൈവം നിന്നെ ആക്കി God വെച്ചിരിക്കുന്നു. has revealed it to you. കർത്താവാണ് അത് നിനക്ക് വെളിപ്പെടുത്തിയത്. Don't go out. പുറത്തു പോകരുത്. He will keep you from the indignation. അവൻ നിന്നെ ക്രോധത്തിൽ നിന്ന് വിടുവിക്കും. Very soon he's going to come. എത്രയും വേഗം യേശു വരും. Let your life be hid with Christ in നിന്റെ God. ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ That is മറഞ്ഞിരിക്കട്ടെ. the place you have to be in. ആകയാൽ നിന്റെ വാസം അവിടെ Through the anointing, your life is hid with Christ in God. അഭിഷേകത്തിലൂടെ നിന്റെ ജീവൻ Hallelujah. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. Even right now, come into that experience. ഇപ്പോൾ തന്നെ അനുഭവത്തിൽ വരിക. The Lord is touching you. കർത്താവ് നിന്നെ തൊടുന്നു. All we can say, being within the house. അതെ നമുക്ക് എല്ലാവർക്കും ആ വീട്ടിനുള്ളിൽ സുരക്ഷിതരായിരിക്കാം. What we will do? നാം അതിനെന്ത് ചെയ്യണം? Hid with Christ in God. ദൈവത്തിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. Filled with the Spirit. ഈ കൃപയാൽ നിറഞ്ഞിരിക്കുക. When we are filled with the Spirit, when we തന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുമ്പോൾ are filled in the Spirit, dwelling in the house, നാം ആത്മാവിൽ ആ വീട്ടിനകത്ത് വസിക്കുമ്പോൾ we will say, Amen, come Lord നാം Jesus. പറയും ആമേൻ കർത്താവായ യേശുവേ Amen, വരണം. come Lord ആമേൻ Jesus. കർത്താവായ യേശുവേ വരണം. Tonight the Lord is here. രാത്രി കർത്താവ് ഇവിടെയുണ്ട്. Amen, come Lord Jesus. കർത്താവായ യേശുവേ വരണം. Amen, come Lord Jesus. കർത്താവായ യേശുവേ വരണം. Your Savior is hearing your അതേ voice. നിന്റെ രക്ഷിതാവ് നിന്റെ ശബ്ദം കേൾക്കുന്നു. He is delighted to hear your നിന്റെ voice. ശബ്ദം കേൾക്കുന്നതിൽ അവൻ Amen, ആനന്ദിക്കുന്നു. come Lord Jesus. കർത്താവേ വരണമേ. Amen, come Lord ആമേൻ Jesus. കർത്താവേ വരണമേ. Be filled with His love. അവന്റെ സ്നേഹത്താൽ നിറയൂ. Be filled with His Spirit. അവന്റെ ആത്മാവിനാൽ നിറയൂ. Call upon Him. അവനെ വിളിച്ചപേക്ഷിക്കൂ. Call upon Jesus. യേശുവിനെ വിളിച്ചപേക്ഷിക്കൂ. He will answer അവൻ you. നിനക്ക് ഉത്തരം He തരും. is answering അവൻ you. നിനക്ക് ഉത്തരം തരുന്നു. He is giving you answer right now. അവൻ ഇപ്പോൾ തന്നെ നിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. Amen. Hallelujah. Hallelujah. Amen. Hallelujah. The name of Jesus. യേശുവിന്റെ നാമത്തിൽ
In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Hallelujah. 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 Yes. Very soon our bridegroom is going to come. അതെ, താമസം വിന നമ്മുടെ മണവാളൻ വരും. Keep yourself. നിന്നെ തന്നെ കാത്തുകൊള്ളുക. Don't be callous. അശ്രദ്ധനാകരുത്. One moment of callousness is enough. അശ്രദ്ധയുടെ ഒരു നിമിഷം മതി. You will fall. നീ വീണുപോകും. If a man thinks he stands, if a man thinketh that he standeth, take heed lest he falls. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. No, Lord, help me. Each moment we must with fear and trembling keep our work of our salvation. ആകയാൽ കർത്താവിനെ സഹായിക്കണമെന്ന് പറയുക. ഓരോ നിമിഷവും ഭയത്തോടും വിറയലോടും രക്ഷയ്ക്കായി If പ്രവർത്തിക്കുക. you are doing that right now, if you are doing that right now, നീ ഇപ്പോഴാണ് വരുന്നതെങ്കിൽ, if you are working out your salvation with fear and trembling right now, ഭയത്തോടും വിറയലോടും നിന്നെ രക്ഷയ്ക്കായി നീ അത് ചെയ്താൽ, now if you are doing it, നീ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ? if you do that right now, നീ ഇപ്പോൾ അത് ചെയ്താൽ, now you will be filled with the fullness of His Spirit. ഇപ്പോൾ നീ അവന്റെ ആത്മാവിന്റെ നിറവ് അനുഭവിക്കും. Nobody needs to tell you anything more. ആരും നിന്നോട് ഇനി കൂടുതൽ പറയണ്ട. Oh, let the Holy Spirit come upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരട്ടെ. The word of God is come to us. ദൈവവചനം നമ്മുടെ നേരെ വരുന്നു. He has come to prepare you. അവൻ നമ്മെ The ഒരുക്കുവാൻ, Holy Spirit has come to prepare you. പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കുവാൻ The Holy Spirit has come to prepare you. പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കുവാൻ Be വന്നിരിക്കുന്നു. filled with the Spirit. തന്റെ ആത്മാവിനാൽ നിറയൂ. Amen. Amen. Hallelujah. Hallelujah. ഹല്ലേലൂയ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോ തലകൾ ഉയർത്തി പാടുവിൻ. എന്നെ ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ, പറന്നു പോകൽ കാലം ഏറ്റവും അടുത്ത് വരുന്നിതാ, വാനിൽ പറന്നു പോകൽ കാലം ഏറ്റവും അടുത്ത് വരുന്നിതാ. യേശുരാജൻ വരുന്നിതാ, ദീപം തെളിയിപ്പീൻ, പറന്നു പോകൽ കാലം ഏറ്റവും അടുത്ത് വരുന്നിതാ, വാനിൽ പറന്നു പോകൽ കാലം ഏറ്റവും അടുത്ത് വരുന്നിതാ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ
Hallelujah. 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 Amen. 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 Thank you, Lord. The loving Son of God, the light, the living Son of the light. Rimana Kashina Mika, the Lama Karachi Mika, the light God. Hallelujah. 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 Amen. Amen. Thank you, Lord. Hallelujah. Hallelujah. എല്ലാം ദൈവമക്കളും നന്ദിയുടെ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം. കൈകോർത്തി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ഈ ദിവസങ്ങളിൽ കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ദൈവം അനുകൂലമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ മീറ്റിങ്ങിൻ്റെ തുടക്ക ദിവസം മുതൽ ഈ അവസാനത്തെ രാത്രി മീറ്റിംഗ് വരെയുള്ള ഓരോ മീറ്റിങ്ങിൻ്റെയും ഉത്തരവാദിത്വം നമ്മുടെ പ്രിയൻ ഏറ്റെടുത്ത് നടത്തി അനുഗ്രഹമാക്കി തീർത്തനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മനുഷ്യൻ്റെ കരമല്ല, ദൈവത്തിൻ്റെ അത്ഭുത കരമാണ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചത്. അവൻ്റെ കരം അത്ഭുതത്തിൻ്റെ കരമാണ്, വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്, ശത്രുവിനെ തകർക്കുന്ന കരമാണ്, യുദ്ധങ്ങളിൽ ജയം വാങ്ങിത്തരുന്ന കരമാണ്. നമുക്ക് ജയം നൽകുന്ന കർത്താവിൻ്റെ കരത്തെ കാണുവാൻ നമുക്ക് കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ വർഷം പോലെ നമുക്ക് എല്ലാ ജനങ്ങളുമായി കൂടി വന്ന് ആരാധിപ്പാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ദൈവമക്കൾ കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മൗത്വപ്പെടുത്തുവാൻ, ആത്മാവി ബലം പ്രാപിപ്പാൻ, പുതിയ ശക്തി പ്രാപിപ്പാൻ, പുതിയ കൃപ പ്രാപിപ്പാൻ ഗുണം കർത്താവിൻ്റെ ശബ്ദം കേട്ട് ബലം പ്രാപിപ്പാൻ, ജീവനും സമൃദ്ധിയ ജീവൻ പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ജിസബല കറച്ചി വിക്കന മൗദല കനവംദി നികനവം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പകലും രാത്രി നടന്ന ഓരോ മീറ്റിങ്ങിലും ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം അറിയിപ്പാൻ വിശുദ്ധന്മാരെ ദൈവം ബലപ്പെടുത്തി. ഓരോ വചനങ്ങളും നമ്മെ ശക്തീകരിച്ചു, നമ്മെ ബലപ്പെടുത്തി കർത്താവിലേക്ക് നമ്മെ അടുപ്പിച്ചല്ലോ. അതിനാഴ്ച നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Lord, the love and the revication of the resurrection of the life, Jesus. ആമേൻ. ഈ ദിവസങ്ങളിൽ അനേക ദൈവമക്കളെ ദൈവം വിടുവിച്ചു, സൗഖ്യമാക്കി. രോഗത്തിൻ്റെ കാഠിന്യത്തിൻ്റെ വിടുവിച്ചക്കത്ത ബലത്തോടെ സൗഖ്യത്തോടെ ദൈവം നടത്തിയല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ പ്രാരംഭ ദിവസത്തിലുള്ള ദൂത് പോലെ ദൈവമക്കളെ ശത്രുവിൻ്റെ ശക്തികളെ ബന്ധനത്തെ തകർക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകി. അന്നു മുതൽ ആ സാത്താൻ്റെ തല തകർത്ത് ചതച്ചവൻ നിശ്ചയമായി ദുഷ്ടശക്തികളെ നിർമ്മൂലമാക്കി ദൈവമക്കളെ ആ സാത്താൻ്റെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുത്തിയ ദൈവം നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും ജയത്തിൻ്റെ ശക്തി പ്രാപിപ്പാൻ ക്രമ നൽകിക്കൊണ്ടിരുന്നതിനാൽ അവൻ ചെന്ന് സ്തോത്രം ചെയ്യാം. Thank you, Lord. Jesus. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തു. ദൈവം എല്ലാം ഭംഗിയാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ശുശ്രൂഷയുടെ ഇടയിൽ ഒരു വലിയ ഉണർവായിച്ചതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്രം 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 സ്തോത്രം. എല്ലാറ്റുപരിയായി നമ്മുടെ വിശുദ്ധന്മാരെ നടത്തിപ്പരാ വിശുദ്ധന്മാരെ ക്രിസ്തു കൊണ്ടുവന്ന് ദൈവം അവരെ കൊണ്ട് വലിയ പ്രവൃത്തി ദൈവം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇത് വന്നത് എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഇത്രത്തോളെല്ലാം ദൈവം നമുക്ക് അനുകൂലമാക്കിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ്. മഹത്വം മാനവും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ദൈവമക്കൾ മടങ്ങി പോകുമ്പോൾ കർത്താവ് കൂടിയിരിക്കേണ്ടതിനായും സ്തോത്രം ചെയ്യാം. അങ്ങയുടെ വരവിനായി നമ്മെ എല്ലാവരും ഒരുക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കെല്ലാം വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കെല്ലാം വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. വിശുദ്ധ നല്ലവനുമായ സ്വർഗസ്വപിതാവേ, മഹിമയുടെ തേജസ്സോടുകൂടെ ഞങ്ങളുടെ മധ്യ വന്ന് കർത്താവേ ഞങ്ങളുടെ മീറ്റിങ്ങിലെല്ലാം പാരമേറ്റ് നടത്തി അനുഗ്രഹിച്ചു തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കർത്താവേ ഞങ്ങൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിൽ കൂടെ വിശുദ്ധന്മാരിൽ കൂടെ കർത്താവേ ഇത്രമാത്രം അനുഗ്രഹമായ മീറ്റിങ്ങിലൊക്കെ നടക്കുവാൻ കൊണ്ട് അവിടെ കൃപ നൽകിയതിനായി സ്തുതിക്കുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ എല്ലാ മീറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്ത് നടത്തി അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. ദാഹത്തോട് വന്ന ജനത്തിന് ഏറ്റതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആരാധന ഈ നിമിഷം വരെയും കർത്താവ് ബുധനാഴ്ച മുതൽ ഈ ദിവസം വരെയുള്ള ആരാധനയിൽ ദൈവം 4 വിശുദ്ധന്മാരെ കൊണ്ട് നടത്തിക്കൊണ്ട് കർത്താവെ നൽകിക്കൊണ്ടിരുന്ന ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം ഒടുവിലായിട്ട് കർത്താവേ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇളകാത്ത രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നല്ലോ. അതിനാൽ ഭക്തിയോട് ഭയത്തോടെ സേവ ചെയ്യുവാൻ ഞങ്ങൾ കർത്താവെ നിലവിശേഷിക്കപ്പെട്ട കൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവെ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ദിവ്യമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രികാലം വ്യക്തമായും ശക്തമായും ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ പാലിക്കേണ്ടതായിരിക്കുന്ന ദിവ്യാനുഭവങ്ങൾ കർത്താവ് കണ്ണുമായോട് നിയമം ചെയ്ത് നിയമത്തിൽ കർത്താവ് ജീവിപ്പാൻ പ്രത്യാശ നിറഞ്ഞ് ജീവിപ്പാൻ കൊണ്ടും അവിടുന്ന് കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ ഞങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കേണ്ടതിന് കർത്താവ് ആവശ്യമായ ദൈവത്തിൻ്റെ ആരോഗ്യം ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവിൻ്റെ വഴിവിട്ട് കർത്താവായുടെ ബന്ധം വിട്ട് ഒരിക്കലും പുറത്തു പോകാതെ വണ്ണം കർത്താവിനോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾ പാലിപ്പാൻ കൊണ്ട് കൃപ നൽകണേ. കർത്താവെ എപ്പോഴും ഞങ്ങളുടെ കൈ വെടിപ്പായി തീരട്ടെ, ഞങ്ങളുടെ ആത്മാവ് ഞങ്ങൾ വെളുപ്പായി വെടിപ്പായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവ് പാപജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിർമ്മല ഹൃദയത്തോട് ജീവിപ്പാൻ കൊണ്ടും കൃപ ഞങ്ങൾ നൽകണമേ. കർത്താവെ ഞങ്ങളുടെ നടപ്പ് നിർമ്മലമായിരിക്കട്ടെ, ഞങ്ങളുടെ സംസാരം നിർമ്മലമായി തീരട്ടെ, ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ നിർമ്മലമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവേ ദൈവസ്നേഹത്തെ നിറഞ്ഞ പ്രത്യാശയോടെ ജീവിപ്പാൻ കൊണ്ടും ഇന്ന് രാത്രികാലം ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ പാലിക്കേണ്ടതായിരിക്കുന്ന അവിധമായിരിക്കുന്ന അനുഭവങ്ങൾ വചനത്തിൽ കൂടെ ഞങ്ങൾ ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. പ്രത്യാശ നിറഞ്ഞ് ജീവിപ്പാൻ കർത്താവ് മുഴങ്കാൽ നിന്ന് കർത്താവ് ദൈവത്തെ സ്തുതിപ്പാൻ ആത്മാവിൽ ആരാധിക്കുവാൻ അങ്ങനെ അതിനാൽ അഭ്യാസം വരുത്തുവാൻ തക്കണം കൃപ നൽകട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് ഞങ്ങളെ നിറയ്ക്കണമേ. തിരുവചനങ്ങളുടെ വായിക്കാനുള്ള ശക്തി ഞങ്ങൾ നൽകണമേ. വചനം കേട്ട് എല്ലാവരും കർത്താവും കൂടെ യേശുവിനെ അടുക്കുവാൻ കൃപ നൽകട്ടെ. ഞങ്ങളുടെ പ്രത്യാശ പുതുക്കി ജീവിപ്പാൻ കൃപ നൽകട്ടെ. ദൈവസ്നേഹത്തെ നിറഞ്ഞ് ജീവിപ്പാൻ കൃപ നൽകട്ടെ. കർത്താവേ യേശു
യേശുവേ ആമേൻ കർത്താവേ വേഗമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ കാത്തിരിപ്പാൻ ഗുണം അവിടുത്തെ കൃപ നൽകി ഞങ്ങളെ സഹായിച്ചാട്ട് ഈ ദിവസങ്ങളിൽ കർത്താവേ ദൈവത്തിന് വചനം അറിയിപ്പാൻ ദാസന്മാർ കൃപ നൽകിയല്ലോ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങളെ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ദൈവമക്കൾ മടങ്ങി പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. വരവിനായിട്ട് ഞങ്ങളെയും ഒരുക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. Amen. Now may the grace of our Lord Jesus Christ, the love of God the Father, and the sweet fellowship of the Holy Spirit rest and abide with each and every one of us until Jesus appears in all his glory. Now, Pastor will lead us in shouting hallelujah. ഹല്ലേലൂയ 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 ഹല്ലേലൂയ